എന്ന്. കാരണം ദൗത്യത്തിന് വന്നവനാണ് ഹനുമാൻ. ദൂതന്മാര് 3 വിധമുണ്ട്. ഉത്തമദൂതൻ, മധ്യമദൂതൻ, അധമദൂതൻ. അതിൽ അധമന്മാരുടെ പ്രത്യേകത നമുക്കൊന്ന് പറയണം. എന്തൊക്കെയാണ് കാര്യം? ഹനുമാൻ ഇവിടെ ഉത്തമനായ ദൂതനാണ് കേട്ടോ. അധമന്മാരായിട്ടുള്ള ലക്ഷണം സുഭാഷിതത്തിൽ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നവാദി, ഗുരുഹു, മൗനി, കിമേകഃ, സ്തംഭമൂലകഃ, പ്രേഷിത പ്രേഷിതോ, ബാണഃ, സപ്തേതേ സജീവാധമാഹ ദൂതാധമാഹ. ദൂതനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കണം? കാര്യം നടത്തി അവർക്ക് തൻ്റെ യജമാനന്റെ ശക്തി പ്രദർശിപ്പിച്ചിട്ട് വേണം വരാൻ. യജമാനന്റെ ശക്തി പ്രദർശിപ്പിക്കാൻ വെച്ചാൽ ആരാണ്? നഹി പ്രകൃഷ്ട പ്രേഷ്യന്തേനാണ്. പ്രധാനികളെ ഒന്നും മെസ്സഞ്ചറായിട്ട് അയക്കില്ലല്ലോ. മെസ്സഞ്ചറൊക്കെ സാധാരണക്കാരനാണ്. അപ്പൊ ഞങ്ങളിൽ ഏറ്റവും സാധാരണക്കാരനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് ഹനുമാൻ പറയുന്നത്. സാധാരണക്കാരനായിട്ട് വന്നാൽ പോലും കാര്യം നടത്തി പോകണം. സാധാരണ ചിലരെന്ത് ചെയ്യത്രേ, ദൂതനോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ച ഇങ്ങോട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും, മനസ്സിലാവില്ല. പ്രശ്നവാദി. അപ്പൊ അങ്ങനെ പോയാൽ അവിടെ ഞാൻ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? എവിടെ നിൽക്കണം? എവിടെ ഭക്ഷണം കഴിക്കണം? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി പറയൂ. പിന്നെയും ആദ്യം ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവനെ ദൂതായിട്ട് പറഞ്ഞു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അടുത്തവൻ എന്ത് വെച്ചു? ഗുരു. ഇന്ന സ്ഥലത്തിൽ പോയിട്ട് വരണം പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയാണെങ്കിലേ നല്ലത്, ആ വഴി കൂടെ പോകുന്നതല്ലേ കൂടുതൽ ശ്രേഷ്ഠം, അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കുക. അങ്ങനെയുള്ളവനെയും ദൂതനായിട്ട് പറഞ്ഞേക്കരുത്. പിന്നെ ഒരുത്തനുണ്ട് മൗനി. എന്ത് ചോദിച്ചാലും പരബ്രഹ്മം കണക്കിരിക്കും. ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ ആവോ ആർക്കറിയാം? അതിൽ നിന്നൊരു എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുന്ന മൗനിയായിട്ടുള്ള ആൾക്കാർ, അവരും അധമന്മാരായ ദൂതന്മാരാണ്. പിന്നെ ഒരുത്തനാണ് കിമേഘ. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അങ്ങനെ ശരിയാവുക, എനിക്ക് ആരെങ്കിലും ഒരു കൂട്ടു തരുമോ എന്നാ ഞാൻ പോവാം. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. കിമേഘ, ഞാൻ ഒറ്റയ്ക്ക് വന്ന്. വേറെ ഇതല്ലത് അതിസാമർത്ഥ്യക്കര ഓഫീസിലൊക്കെ കാണാതെ. സ്തംഭമൂലക, യജമാനം വരുന്നപ്പോഴേക്കും എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. തന്നിലേക്ക് ദൃഷ്ടി പതിക്കരുത്. പതിച്ച പല ജോലി ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മിണ്ടാതിരിക്കും. ഞങ്ങൾക്കൊക്കെ അനുഭവം അല്ലേ സുലോചനടുത്തറ സ്കൂളിൽ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തപ്പിപ്പടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സമയത്ത് പുറത്തേക്ക് ഒരു ചാട്ടം ചാട്ടും. അത് സ്തംഭമൂലക. അടുത്തത് പ്രേഷിത പ്രേഷക. തന്നോടൊരു കാര്യം ഏൽപ്പിക്കുമ്പോ നീ ആ വഴിക്കാണ് പോണേ, ഇതൊന്ന് ചെയ്തോട്ടോന്ന് അവൻ പറയും. വേറൊരാളെ കണ്ടിട്ട് നീ ആ വഴിക്കാണ് പോണേ, ഈ കാര്യം ഒന്ന് നടത്തിക്കോ. ഇങ്ങനെ പ്രേഷിത പ്രേക്ഷകൻ. അതും കാര്യം ചൊവ്വാവില്ല. പിന്നെ എന്താണ്? ബാണഹ. അതാണ് പകുതി ആൾക്കാർ. ബാണം എന്ന് പറഞ്ഞാൽ ബാണം വിട്ട ശരവേഗത്തിൽ പോകും. പറഞ്ഞത് മുഴുവൻ കേൾക്കാനുള്ള നേരമില്ല. ഇതാ ഞാൻ പോയി എന്ന് പറഞ്ഞു. പോയി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് യജമാനൻ എന്തിനാ പറഞ്ഞയച്ചത് എന്ന് ആലോചിക്കാം. അങ്ങനെയുള്ള ദൂതന്മാരാണോ? അല്ല. ഹനുമാൻ അങ്ങനെയുള്ള ദൂതനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോ ഹനുമാൻ വിചാരിച്ചു, ഞാനിവിടെ വന്നു, സീതയെ, സതീരത്നമായ സീതയെ കണ്ടു കഴിഞ്ഞു, ഞാൻ വന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പോകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രമദാവനം മുഴുവൻ അങ്ങോട്ട് ബന്ധിക്കുന്നത്. അത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞൂല്ലേ? ആ പ്രമദാവനം മുഴുവൻ ബന്ധിച്ചു. അതിനുശേഷം രാവണന്റെ സഭയിലേക്ക് വരണം. ഹനുമാൻ എങ്ങനെ വരണു? തലയുയർത്തി പിടിച്ചുകൊണ്ട്, ആരെയും കൂസാത്ത പ്രകൃതമായിട്ട് വരികയാണ്. അതെങ്ങനെ വരാൻ സാധിച്ചു? ആ പ്രമദാവനം ബന്ധിച്ച സമയത്ത് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിക്കാൻ സാധിക്കുമോ ഹനുമാനെ എന്ന് ചോദിച്ചാൽ, ബ്രഹ്മാവിനോടുള്ള ബഹുമാനം കൊണ്ട് ബന്ധനസ്ഥനെ പോലെ നിന്നു. ഉടനെ അവനെ കെട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ രാവണൻ മേഘനാഥനെ കുറെ പ്രശംസിച്ചു. അവിടെ മരിച്ച പോലെ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്താണ് നോക്കിയപ്പോ ഒരു മൈൻഡ് ചെയ്യണില്ല ഈ രാവണൻ. മൈൻഡ് ചെയ്യേണ്ട ഒരാൾ വന്നാൽ ആരാ വന്നെന്ന് നോക്കണ്ടേ? ആ 20 കണ്ണുണ്ടായിട്ട് ഇപ്പൊ എന്താ പ്രയോജനം? 10 തലയുണ്ട്. ഒരു പ്രയോജനം ഇല്ല എന്നത് ഒരു പുച്ഛരസം തോന്നിയത്രേ മനസ്സില്. ഉടനെ തന്നെ ഹനുമാൻ വിചാരിച്ചു, അയാളുടെ സിംഹാസനത്തിൽ കയറി ഒരു ഇരിപ്പ് ഞാൻ ഒന്ന് കാട്ടിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വന്നു. തൻ്റെ വാലങ്ങോട്ട് വളർത്തി. വിശ്വരൂപം കാണിക്കാൻ സമർത്ഥനായ ഹനുമാനല്ലേ? വാലങ്ങോട്ട് വളർത്തിയിട്ട് അതിങ്ങനെ വട്ടത്തിലാക്കിയിട്ട് സിംഹാസനാക്കി. ഒരു പിടിമേൽ, ഈ രാവണനേക്കാൾ ഒരു പിടിമേൽ 20 കണ്ണിങ്ങനെ ഉയർത്തി നോക്കണം, അല്ലെങ്കിൽ കാണില്ല. ആ മട്ടിലവിടെയാണ്. ആ ഇരുന്നപ്പോഴാണ് രോഷതാമ്രാശ തന്നെ അപമാനിക്കുന്ന മാതിരി തന്നേക്കാൾ ഉയർന്ന സീറ്റിൽ ഇരിക്കേ. താൻ ത്രിലോകത്തിന് മുഴുവൻ അധികാരിയാണ്. അഷ്ടദിക്പാലകന്മാരും എൻ്റെ വരുതിയിൽ ഇരിക്കുന്നവരാണ്. എന്നിട്ട് കേവലം ഒരു വാനരൻ മരം ചാടി അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പത്രാസ് കേട്ടേ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ അങ്ങോട്ട് ചോദിച്ചു.
ആ സമയത്ത് അവിടെ പ്രഹസ്തൻ എന്ന പേരായൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രഹസ്തൻ എന്ന് പറഞ്ഞു, ഹേ കവയെ, നീ എന്തിനാ വന്നത്? നീ പേടിക്കണ്ട, എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എന്തിനാ അവിടേക്ക് വന്നത്? രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തിനാ നീ ആ പ്രമദാവനത്തിലെ ചെടികളൊക്കെ തട്ടി തെറിപ്പിച്ച് അവിടെയുള്ള തോരണങ്ങളൊക്കെ നശിപ്പിച്ചത് എന്താ? മൂന്നാമതായിട്ട് ചോദിച്ചു, ഇവിടുന്ന് വന്ന പഞ്ചസേനാനായകന്മാര്, രാജകുമാരന്മാര്, മന്ത്രിപുത്രന്മാര്, ഇവരെയൊക്കെ കശക്കി എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ എന്തിനാ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ രാവണൻ ചോദിച്ചില്ലെങ്കിലും മന്ത്രി സ്വസ്ത്യസ്തുതേ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കണം, നിനക്ക് നല്ലത് ഭദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോ കുറച്ചൊരാശ്വാസമായി. അപ്പൊ എന്ത് പറഞ്ഞു, പറയാനായിട്ട് പുറപ്പെട്ടു. ഞാൻ എന്താ നിങ്ങൾ ഇവിടെ നശിപ്പിച്ചെന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ വാനരന്മാരുടെ പ്രകൃതി നിങ്ങൾക്കറിയില്ലേ? ഞങ്ങള് വാനര പ്രകൃതി അല്ലെ, നമ്മുടെയൊക്കെ മനസ്സ് വാനരമാ, കുരങ്ങാണ് നമ്മുടെ മനസ്സ്. ഒരിക്കൽ വിചാരിച്ചതല്ല അടുത്ത സമയം വിചാരിക്കുക, എന്ത് ഭ്രാന്തത്തരവും കാണിക്കും. അതുപോലെ ആ സ്വഭാവം കൊണ്ട് ഞാൻ ആ പ്രമദാവനം നശിപ്പിച്ചതേ ഉള്ളൂ. അത് ശരി, പിന്നെ എന്തിനാണ് ഈ അക്ഷകുമാരനെയും മറ്റ് സേനാനായകന്മാരെയും മന്ത്രിപുത്രന്മാരെയും ഒക്കെ വധിക്കാൻ പുറപ്പെട്ടത്? വധിച്ചതൊക്കെ കശക്കി എറിഞ്ഞില്ലേ, അതെന്തിനാ? അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോ എൻ്റെ മെക്കട്ടൊക്കെ അവർ കയറിയാൽ ഞാൻ എന്താണ്ടിരിക്കുവോ? ആരെങ്കിലും ഇങ്ങോട്ട് ആവശ്യമില്ലാതെ ഉപദ്രവത്തിന് വന്നാൽ ഞാൻ അങ്ങോട്ട് ഉപദ്രവിക്കും. അങ്ങനെ ഉപദ്രവിച്ചു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഈ ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്താണ് രാവണൻ ഗൗരവത്തില് തൻ്റെ 20 കണ്ണുകൾ അങ്ങോട്ട് ചുവപ്പിച്ചുകൊണ്ട് നോക്കി. അപ്പൊ പറഞ്ഞു കൊടുത്തു, മേഘനാഥൻ, അച്ഛാ, ഈ കുരങ്ങനുണ്ടല്ലോ, ഈ വാനരൻ നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ, ഭയങ്കരക്കാരനാണ്. അക്ഷകുമാരാദികളെ വധിച്ചത് ഞാൻ കണ്ടു നിന്നതാ, അത്രയും കേമനാണ്. ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ ഇവനെ ബന്ധിക്കാൻ സാധിച്ചുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹനുമാൻ രാവണനെ കണ്ടത് മനസ്സിൽ വിചാരിക്കാറേ, എന്താ വീരത, എന്താണ് ആ മെടുക്ക്, ഇത്രയുമുള്ള ഈ രാവണന് അധർമ്മമില്ലായിരുന്നുവെങ്കിൽ ലോകേശ്വരനായിട്ട് വാഴാമായിരുന്നല്ലോ എന്ന് ആദ്യം ഒരു റെസ്പെക്ട് തോന്നിയത്രേ രാവണനോട്. പക്ഷെ ആ റെസ്പെക്ട് യതി അധർമ്മോ മഹാൻ, അധർമ്മം വലുതായിട്ട് ശ്രദ്ധിട്ടുണ്ട്, അതുകൊണ്ടാണ് അവനിങ്ങനെ ഇന്ന് അഴിയാൻ പോവാണ്, നശിക്കാൻ പോവാണ്. ഇത്രയും രജോ ഗുണത്തിന്റെ മൂർത്തിമത് ഭാവമാണ് രാവണ. പക്ഷേ ആ രാവണന്റെ മുഖത്ത് ഇപ്പൊ തമോ ഗുണവും കൂടി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എന്നാണ് ഹനുമാൻ കണ്ടത്, മനസ്സിൽ വിചാരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഏതായാലും സിംഹാസനത്തിൽ ഇരിക്കുമ്പോ പതുക്കെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നൊക്കെ വിട്ട് സിംഹാസനത്തിൽ കയറി ഇരുന്നിട്ടുണ്ടല്ലോ, ഇരുന്നിട്ട് ചോദിച്ചു, എന്താണ് നിനക്ക്? ഹനുമാ ചോദിക്കണ, അടാ കുരങ്ങാ എന്നാണ് വിളിച്ചത്, വാനരാ എന്ന് പ്രത്യേകമായിട്ട് വിളിച്ച് പറയണം. നീ ആരാ? ആരുടെ ദൂതനായിട്ടപ്പോ വന്നേക്കണ? ദൂതോഹം എന്ന് പറഞ്ഞല്ലോ, ആരുടെ ദൂതനാ നീ? എന്നെ പറഞ്ഞു കേൾക്കാത്തവൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവന്റെ ദൂതനായിട്ട് വരാൻ നീ എന്ത് ചെയ്തിരിക്കുന്നു? അപ്പൊ ഹനുമാൻ പറഞ്ഞു, രാക്ഷസരാജാവേ, എന്നെ വാനരാന്ന് വിളിച്ചതിന് മറുപടി വളരെ ബഹുമാനത്തോടു കൂടി രാക്ഷസേന്ദ്ര എന്നാ വിളിച്ചത്. രാക്ഷസ രാജാവേ, നീ ഭയപ്പെടുന്നു വേണ്ട. ആരാന്നറിയോ? ഞാൻ നിന്റെ ഭക്ത ശത്രുവായ ശ്രീരാമന്റെ ദൂതൻ. ആ രാമന്റെ ദൂതനാണ് ഞാൻ. എന്താ കാരണം? നിന്റെ ശത്രുവായത് എന്തുകൊണ്ടാ? ശരിക്കും രാമൻ ഒരു ഉപദ്രവത്തിനടുത്ത് വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന രാമന്റെ പത്നിയെ കട്ടുകൊണ്ടുവന്നത് നീയാ. അത് നിന്നെ ഭീരുവായിട്ടാണ് കട്ടുകൊണ്ടുവന്നത്. കാരണം അവിടെ അവരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കി തട്ടിക്കൊണ്ടിരാന്ന് വെച്ചാൽ ശൂരത്വമല്ല, വീരത്വമല്ല. അങ്ങനെയുള്ള നിന്റെ ശത്രുവായ ആ രാമന്റെ പത്നിയെ നീ കട്ടുകൊണ്ടുവന്നില്ലേ? അപ്പൊ ആ സീത ഇവിടെങ്ങാനും ഉണ്ടോ എന്നറിയാൻ ഞാൻ വന്നതാ. എന്നിട്ട് വെറുതെ വന്നതാ, ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് നിന്നെ ഗുണദേശിക്കാൻ വേണ്ടി ഞാൻ സമുദ്രം ചാടി കടങ്ങി വന്ന ഒരു കുരങ്ങൻ മാത്രം മതി. പറഞ്ഞ മാതിരി ഞാൻ വാനരം തന്നെയാ, വാനരം മരം ചാടികളാണ്. അതുകൊണ്ട് എനിക്ക് ചാടി വരാൻ ഒരു പ്രയാസവും തോന്നിയില്ല. 100 യോജന വിസ്താരമുള്ള ഈ സമുദ്രത്തിന് ഞാൻ താണ്ടി വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, കണ്ടിട്ട് എനിക്കൊരു കുഴപ്പം എന്ന് പറയാണ് രാവണൻ. കാണുമ്പോ രൂപത്തിൽ നീ മർക്കടനാണ്, പക്ഷേ നീ പറഞ്ഞൊരു രാമനുണ്ടല്ലോ, അവനെ എനിക്കറിയില്ലല്ലോ. ആ രാമൻ ആരാണ്? നിന്നെ പോലെ വേറൊരു കുരങ്ങനാണോ എന്ന് ചോദിച്ചു. നിന്നെ പോലെ വേറൊരു വാനരനാണോ ആ രാമൻ എന്ന് ചോദിച്ചു. ഹനുമാന് ചോദ്യം വിചിത്രം. വലിയ രാക്ഷസേന്ദ്രൻ, ലോകം മുഴുവൻ വെട്ടിപ്പടിച്ചവൻ, ശ്രീരാമൻ അറിയില്ല അത്രേ. ഒരു പുച്ഛഭാവം തോന്നിയത്രേ ഹനുമാന്. അതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു,
അറിയാത്ത മട്ടിൽ നീ ചോദിക്കുന്നില്ലേ? ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം കണ്ടാൽ തന്നെ തരാൻ നീ ഒരു പേടിത്തൊണ്ടനാണ്, ഭീരുവാണ്, നീ രാമനെ പേടിയാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്. എന്നാലും ചോദിച്ചതിന് ഉത്തരം പറയുന്നത് സാധാരണ ഒരു ധർമ്മമാണ്. അതുകൊണ്ട് ഞാൻ പറയാം, കേട്ടോളൂ. കാരണം അഹങ്കാരിയായ ആ പ്രമത്തനായി കൈലാസപർവ്വതം കുത്തിപ്പൊക്കാൻ തുടങ്ങിയപ്പോൾ പാർവതി നിന്റെ കൈകൾ അങ്ങോട്ട് ഞെരിച്ചില്ലേ? അന്ന് ആ സമയത്ത് നിന്നെ ലോകത്തിൽ മുഴുവൻ കേൾക്കത്തക്കവണ്ണം കരയിപ്പിച്ച ആ ഭഗവാൻ പരമശിവനുണ്ടല്ലോ, നിന്റെ ഇഷ്ടദേവത. ആ ഇഷ്ടദേവതയുടെ മനസ്സിൽ സൂക്ഷിപ്പുകാരനാ, മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളായി ശ്രീരാമൻ. അപ്പൊ നിനക്ക് മനസ്സിലായോ? അപ്പോ എന്ന് ചോദിച്ചു. അതാണ് അവിടെ പ്രധാനം. കാരണം കൈലാസപർവ്വതം എടുത്ത് അമ്മാനാടിയാളാണ്. അങ്ങനെ അമ്മാനമാടിയ സമയത്ത് പാർവതീദേവിക്ക് ദേഷ്യമതം നല്ലോണം അമർത്തി. കൈലാസപർവ്വതം രാവണന്റെ 20 കൈകളെയും അമർത്തിപ്പോയി. എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ലേ? അപ്പൊ രക്ഷിക്കാനായിട്ട് നിന്റെ ഇഷ്ടദേവത വന്നു. ആ ഇഷ്ടദേവതയുടെ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരനുണ്ടെങ്കിൽ അത് ശ്രീരാമനാണ്. അപ്പൊ എത്രത്തോളമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷത്രിയ വീര സമുദ്രനാണ്, ക്ഷത്രിയ വീരനാണ്. നിന്നെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിട്ട് കണ്ണീര് കുടിപ്പിക്കാൻ ഈ രാമന് യാതൊരു പ്രയാസമില്ല. മാത്രമല്ല കാർത്തവീര്യൻ കാർത്തവീര്യാർജുനൻ എന്ന വീരശിരോമണി ഉണ്ടല്ലോ, ആ വീരശിരോമണി ഒരിക്കൽ നിന്നെ പിടിച്ച് ജയിലിലിട്ടില്ലേ? ആ വീരശിരോമണിയായ അതാരാ തോൽപ്പിച്ചത്? പരശുരാമൻ. ആ പരശുരാമൻ തോൽപ്പിച്ചില്ലേ? ആ വൈഷ്ണവാംശം മുഴുവൻ കൊടുത്തിട്ടുള്ളത് ഈ ശ്രീരാമനാ. വില്ലാളി വീരനായ കാർത്തവീര്യാർജുനനെ ഇല്ലാതാക്കിയ പരശുരാമന്റെ സർവ തേജസ്സും ഈ രാമനിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വിചാരിക്കണ മാതിരി ഒരു പറഞ്ഞനാണോ എന്ന അടുത്ത ചോദ്യം. പിന്നെ പറഞ്ഞു, പണ്ട് കാലത്ത് ബാലി സമുദ്രത്തിൽ വന്ന് സ്നാനം ചെയ്യണം. ആ സ്നാനം ചെയ്യുന്ന സമയത്ത് ദിവസവും എങ്ങനെയത്രേ 4 സമുദ്രത്തിലും പോയിട്ടാണ് അത്രേ സന്ധ്യാവദനാദി കർമ്മങ്ങൾ ചെയ്യാൻ. 4 സമുദ്രം, ഭൂലോകം മുഴുവൻ ചുറ്റണം. ചാടി ചാടി പോകുമത്രേ ഈ ബാലി. അങ്ങനെ 4 സമുദ്രത്തിലും ചെന്ന് അവിടെ ചെന്ന് എപ്പോഴും തന്നെ സന്ധ്യാവദനാദികൾ ചേരുന്ന ബാലി കേട്ടിട്ടുണ്ടോ നീ? നിന്നെ വാലിൽ ഒരു ഭാണ്ഡം പോലെ കെട്ടിക്കൊണ്ടുപോയില്ലേ ഒരിക്കൽ? ആ ബാലിയെ കൊന്നവനാ രാമൻ. ബാലി എന്ത് ചെയ്തു? രാവണനെ പിടിച്ചുകൊണ്ടുപോയി എന്ത് ചെയ്തു? വീട്ടിലെ അങ്കരൻ മകന്റെ തൊട്ടിലിന്റെ മീത കെട്ടിയിട്ടു. നിനക്കിടാ കളിക്കാൻ ഒരു പാവാട്ടോ. കാരണം 10 തല 20 കണ്ണൊക്കെ ആവുമ്പോ ഒരു വിചിത്രമായൊരു ബൊമ്മ. ഇതിനെ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ കളിച്ചോ. ഇത് കണ്ടപ്പോ അങ്കരൻ കാലിട്ട് ചവിട്ടി കളിച്ചു അത്രേ. അങ്ങനെ ഏതൊരു ബാലിയാണോ നിന്നെ ബന്ധിച്ചു കൊണ്ടുവന്നത്, ആ ബാലിയെ കൊന്നവൻ ഈ രാമനാണ് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാത്രമല്ല, നിന്റെ പെങ്ങളുടെ അല്ലെ എങ്ങനെയാണ് കാമപരവശയായിട്ട് എന്നെ കല്യാണം കഴിക്കോ എന്ന് ചോദിച്ചു വന്നില്ലേ 2 പേരോട്? അങ്ങനെയുള്ള നിങ്ങളോട് 2 പേരോടും ആ ഏതൊരു ശൂർപ്പണഖയുടെ കാതും മൂക്കൊക്കെ അരിഞ്ഞു കളഞ്ഞില്ലേ? ആ ലക്ഷ്മണകുമാരന്റെ ജ്യേഷ്ഠനാണ് ഈ രാമൻ. പിന്നെ നിന്റെ വംശത്തിൽപ്പെട്ട കസിൻസ് 1ഉം 2ഉം അല്ല, ആദ്യം 14 പേരെ പറഞ്ഞയച്ചു, പിന്നെ ഒരു 10,000 പേരെ പറഞ്ഞയച്ചു ഇല്ലേ? അങ്ങനെ 14,000 പേര്. അവരെ മുഴുവൻ വെറും 3.25 നാഴിക നേരം കൊണ്ട്, എന്നുവെച്ചാൽ വെറും 1.5 മണിക്കൂർ കൊണ്ട് അവരെ മുഴുവൻ അങ്ങോട്ട് നശിപ്പിച്ചില്ലേ? മാത്രമല്ല നിന്റെ ഒരു അമ്മാവനില്ലേ മാരീചൻ, അവനെയല്ലേ നീ പൊന്മാനായിട്ട് പറഞ്ഞയച്ചത്? ആ മാരീചന്റെ താടകയെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ കൊന്നതാരാ? ആ ശ്രീരാമൻ. അവന്റെ ദൂതനാണ് ഞാൻ. ഇതൊക്കെ പറഞ്ഞാൽ ഹലാളാകാൻ പറ്റിയോ? ആകെ അങ്ങോട്ട് ഉള്ളിലൊരു പരിഭ്രമായി തുടങ്ങി. ശൈവചാപം, ത്രയ്യംബകം എന്ന ശൈവചാപം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വിദേഹരാജ്യത്തിൽ ചെന്ന് സീതയെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച് പൊക്കാൻ പോലും പറ്റിയില്ലല്ലോ നിങ്ങക്ക്. ആ വില്ലൊടച്ചവനാരാ? ആ രാമന്റെ ദൂതനാണ് ഞാൻ. ഇപ്പൊ രാമൻ ആരാണെന്ന് മനസ്സിലായോ? ഇനി ചോദിക്കില്ലല്ലോ എന്ന് പരിഹാസപൂർവം ഹനുമാൻ മറുപടി പറഞ്ഞു. അതുകൊണ്ട് രാവണ, നീ ബ്രഹ്മകുലത്തിൽ ജനിച്ചവനാണെന്ന് എനിക്കറിയാം. ബ്രഹ്മാവിന്റെ പുത്രനായ പൗലസ്ത്യ മുനിയുടെ പുത്രനായിട്ട് ജനിച്ചു. പക്ഷെ നീ ജനിക്കുമ്പോഴേ നെറ്റിയിൽ ഒരു പൊട്ടിട്ടിട്ടാ ജനിച്ചിരിക്കണേ. ലോകനാശം, ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനാണ് നീ. പക്ഷേ നിന്റേതായ പുത്രനായി
നിന്റെ പുത്രനുണ്ടല്ലോ, അവൻ തന്നെ വരബലങ്ങളോടുകൂടി വന്നു. നീ ശിവഭക്തനാണ് എന്ന് പറയുന്നു. ഭക്തി ഉണ്ടായ എന്ത് വേണം? ജ്ഞാനം വരണം, അല്ലേ? അതാണ് ഹിതോപദേശം. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞേട്ടോ. എന്താണ്? ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം വരണം. ആ ജ്ഞാനം കൊണ്ട് തന്നെയാണ് ഒരുവൻ ശ്രേഷ്ഠനായി തീരുക. അതുകൊണ്ട് ബ്രഹ്മസഭയ്ക്കും ഇസഭ പാർക്കനി, അമൃതവചനം, അധർമ്മം, പരതാരാഹരണം, ഇതൊക്കെയാണ് നിന്റെ തൊഴില്. ഈ തൊഴിലൊക്കെ നീ അവസാനിക്കും. നിനക്ക് ബ്രഹ്മാവിന്ന് ഒരു വരം കിട്ടിയിട്ടുണ്ടല്ലേ, മനുഷ്യരല്ലാതെ ആരും നിന്നെ കൊല്ലില്ല എന്ന്. അതിനു വേണ്ടി നീ പാപം ചെയ്ത് നിനക്ക് രക്ഷ നേടാൻ നിനക്കൊരു രക്ഷ വരുന്നുണ്ട്. നിന്നെ കൊല്ലാൻ ഒരു മനുഷ്യനായിട്ട് തന്നെ സാക്ഷാൽ ശ്രീമൻ നാരായണൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷണം ഞാനിപ്പോ പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണ ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. സീത രാമായ പ്രതീയതം. ഈ സീതയെ കൊണ്ടുപോയി രാമന്റെ കാലിൽ അങ്ങോട്ട് സമർപ്പിക്കുക. എളുപ്പമായി പരിപാടി. മാപ്പിരുന്നാൽ അദ്ദേഹം അഭയമരുന്നു. കാരണം ശരണാഗതി എന്ന് പറഞ്ഞു പോയ വിഭീഷണനെ തൻ്റെ പക്ഷത്തിൽ ചേർക്കുകയും അടുത്ത ലങ്കാരാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദ്രതീരത്തിൽ തന്നെ അഭിഷേകം ചെയ്തവനും ആ ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. നീ വേഗം തന്നെ പോയിക്കോ, സമയം തെറ്റിയിട്ടില്ല, അല്ലേ? തെറ്റിയിട്ടില്ല എന്ന് പറയാൻ കാരണം നമുക്കെപ്പോഴും എന്ത് വേണം? ആത്മശ്രേയസിന് വേണ്ടി പ്രയത്നിക്കണം. അപ്പൊ പറയണം, ആത്മശ്രേയസിന് വേണ്ടി പ്രയത്നിക്കാൻ ഇനി എങ്ങനെ സാധിക്കുക? വയസ്സായി, ഇനി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ പറഞ്ഞു, ആ മൃത്യോശ്രിയമന്വിച്ഛേത് നൈനാം മന്യേത ദുർലഭം. മരണം വരെ സമയമുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, അല്ലേ? നമ്മൾ ചേലപ്പറമ്പ് തിരുമേനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഗുരുവായൂരില് എപ്പോഴും 12 മണിയാകുത്ര ഉച്ചയ്ക്ക് കുളിക്കാൻ. രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കും. തിരുമേനിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല അഭ്യംഗ സ്നാനമാണ്, എണ്ണയൊക്കെ തേച്ച് സമാധാനമായിട്ട് കുളിക്കും. ഇങ്ങനെ തൻ്റെ ജീവിതം, തൻ്റെ ശരീരമാണ് ആത്മാവ് എന്നുള്ള വിചാരത്തിൽ ശരീരത്തെ രക്ഷിക്കാനുള്ള തത്രപ്പാച്ചില്. ഈ ശരീരം നമ്മളെ വിട്ടുപോകും, അതറിയില്ല. ആ ശരീരത്തെ രക്ഷിക്കാനുള്ള തത്രപ്പാച്ചിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ പറയും നാരായണഭട്ടതിരി ചോദിച്ചു എന്ന്, ചിലർ പറയും ഒരു ചെറിയ കുട്ടി പോയി ചോദിച്ചു അത്രേ, മുത്തശ്ശ എത്ര കാലം ഇങ്ങനെ നടക്കും, നിങ്ങൾക്ക് ഈശ്വരനെ ഒന്ന് പ്രാപിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ചോദ്യം ചില സമയത്ത് നമ്മുടെ ഉള്ളില് ആത്മബോധം എപ്പോഴാ വരണമെന്ന് പറയാൻ പറ്റില്ല. പല പ്രാവശ്യം കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം ഉള്ളിൽ ആത്മബോധം വരാം. അത് ആർക്കാ ഭാഗ്യം ഉണ്ടാവാന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇത് കേട്ട ഉടനെ ചേലപ്പറമ്പ് തിരുമേനി നേരെ പോയി. അന്നൊക്കെ ആ നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കാം. അതിലാ കയറി നിന്നിട്ട് ചേലപ്പറമ്പ് തിരുമേനി പറഞ്ഞു, ആ ഉത്താനപാദന്റെ പുത്രൻ ധ്രുവൻ 5 മാസം കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തി. ഖഡ്വാങ്കൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. വെറും 1.5 മുഹൂർത്തം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു. പിങ്കള എന്നുള്ള വേശ്യ അർദ്ധയാമം കൊണ്ട് ഭഗവാനിലേക്ക് തിരിച്ചു. അതുവരെ അവൾ മറ്റുള്ളവരെ അന്വേഷിച്ചാൽ അവസാനം ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും എളുപ്പത്തിൽ കൊടുത്തില്ലേ. ഞാനിപ്പോ നവതിപ്രായോപി, എനിക്ക് 90 വയസ്സായി, എനിക്ക് അങ്ങേ പ്രാപിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് എത്ര ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല. ഖഡ്വാങ്കന് മനസ്സിലായിട്ടുണ്ട് ഇത്രയാണ് ആയുസ്സെന്ന്. പരീക്ഷത്തിന് മനസ്സിലായി 7 ദിവസം കൊണ്ടാണെന്ന്. അങ്ങനെ ഓരോരുത്തർക്കും ഖഡ്വാങ്കനും പറഞ്ഞു കൊടുത്തു, നിനക്ക് മുഹൂർത്തത്രയത്തിന്റെ സമയമുള്ളൂ എന്ന് ദേവന്മാർ പറഞ്ഞു കൊടുത്തു. എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ശ്രേഷ ആയുഷാ തോഷയേ, എൻ്റെ ബാക്കിയുള്ള ആയുസ് കൊണ്ട് ഭഗവാനെ അങ്ങേക്ക് ഞാൻ കൈങ്കര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചേലപ്പറമ്പ് തിരുമേനി അവിടെ ഒന്ന് നമസ്കരിച്ചു. അതോടെ ഭഗവത് പാദം പൂകിയെന്നാണ്. അപ്പൊ ഭഗവത് പാദം പൂകാൻ സമയമൊന്നും തെറ്റിക്കിട്ടില്ല. ഇപ്പൊ രാവണന്റെ അടുത്ത് ഇതൊക്കെ കാണിച്ചല്ലോ, രാമന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? വിഷമിക്കണ്ട, ഇപ്പൊ പോയി സീതയെ അങ്ങോട്ട് കൊടുത്തേക്ക്, ഭഗവാൻ തീർച്ചയായിട്ടും രക്ഷിക്കേണ്ട. കാരണം ഭഗവാൻ ഒരു വ്രതമുണ്ട്. എന്താണ് ആ വ്രതം? സകൃദേവ പ്രപന്നായ തവ ഞാൻ ദാസനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം ഒന്ന് ഭഗവാനിൽ ശരണം പ്രാപിക്കുക. അപ്പോ താൻ അഭയം തരുമെന്ന്. ഏതത് വ്രതം മമ, ഇതെന്റെ വ്രതമാണെന്ന ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോളോ, നാണക്കേടൊന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. നിന്റെ ഉദ്യാനം ഞാൻ തല്ലിത്തകർത്തതൊക്കെ രാമദൂതനായ എനിക്ക് ബലം എത്ര ഉണ്ടെന്ന് കാണിക്കണം. രാമദൂതനായ എനിക്ക് തന്നെ ഇത്ര ബലമുണ്ടെങ്കിൽ ആ രാമൻ എത്ര പരാക്രമിയായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നത്.
എന്നേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ഒരു വലിയൊരു വാനരപ്പട ശ്രീരാമന് സൈന്യമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരാളെ തന്നെ സഹിക്കാൻ നിങ്ങൾക്ക് പറ്റണില്ല. ഞങ്ങൾ 10,000 പേര് വന്നു കഴിഞ്ഞാൽ ഈ കീശന്മാരാണ് അല്ലേ, ആശരന്മാർക്ക് ഇരിക്കാൻ രക്ഷയുണ്ടാവുമോ? രക്ഷയുണ്ടാവില്ല എന്ന് പറഞ്ഞു. രാവണന് ദേഷ്യം വരില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? ഉപദേശം കേട്ട് മനസ്സില് വരണം. പക്ഷേ ഉപദേശോഹി മൂർഖാണാം പ്രകോപായ, വിഡ്ഢികളുടെ അടുത്ത് ഉപദേശിക്കാൻ പോകുന്നവനാ വിഡ്ഢി. കാരണം അവരെ ദേഷ്യപ്പെടുത്തിയുള്ളൂ, അവർക്കതിന്റെ ഗൗരവം മനസ്സിലാവില്ല. അതുപോലെ രാവണൻ അങ്ങോട്ട് ദേഷ്യമെന്ന് വെട്ട മർക്കട മരഞ്ചാടി ഒക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറെ നേരമായിട്ട് വീമ്പളക്കുന്നുണ്ടല്ലോ നിന്റെ ഉപദേശം ആർക്ക് വേണം? നിന്നെ ഉപദേശം കേൾക്കാണെന്നല്ല അവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്നേക്കാൾ ഉയർന്ന സ്ഥാനത്ത് അഹങ്കാരത്തോടെ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടാൽ മതി എന്ന് ആദ്യം പറഞ്ഞു. തന്നേക്കാളും ഉയർന്ന സ്ഥാനത്തിൽ ഇരിക്കുന്നു എന്ന് സമ്മതിച്ചു കൊടുത്തു രാവണൻ. പറഞ്ഞു, ഇത്രയും വലിയൊരു സിംഹാസനത്തിൽ കയറി ഇരിക്കുകയല്ലേ, സിംഹാസനം പോലെ. എന്നിട്ട് ഒരു വാനരൻ മൃഗരാജാവായ സിംഹത്തിന്റെ അടുത്ത് ഉപദേശിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? മൃഗരാജാവ് ഒരൊറ്റടിക്ക് കുരങ്ങനെ കൊല്ലും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഉപദേശിക്കരുത്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് കഥ. ഇടയ്ക്ക് ഞാൻ കഥ പറയണമെന്നല്ലോ കേട്ടോ. എന്താണ്? സൂചിമുഖി എന്നൊരു പക്ഷി. ആ പക്ഷി അതിന്റെ പാട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു വർഷക്കാലം. ആ വർഷക്കാലത്തിൽ മഴയൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ട്. അന്ന് കാലത്ത് കുറച്ച് വെയിലടിച്ചിട്ടുണ്ട്, ഇലകളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഈ സൂചിമുഖി പക്ഷി സന്ധ്യ ആകുമ്പോൾ ചേക്കേറുമല്ലോ, അത് മരത്തിലിരിക്കുക. അപ്പൊ ആ വഴി ചുറ്റിക്കിറങ്ങി വന്ന ഒരു വാനരൻ. ആ വാനരൻ വന്നു ഇരുന്നപ്പോ അതിന് തോന്നി ദേഹമൊക്കെ ഒന്ന് ചൂടാക്കിയാ കൊള്ളാം. അപ്പൊ എന്ത് ചെയ്തു? അവിടെയുള്ള ഇലകളൊക്കെ കൂട്ടിയിട്ടിട്ട് തീ എവിടുന്ന് കിട്ടും? ഈ മഴക്കാലത്ത് തന്നെ മിന്നാമിനുങ്ങ് പറക്കും, കേട്ടിട്ടില്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ടോ മിന്നാമിനുങ്ങ്? വണ്ടിയിൽ പോകുമ്പോ കാണാം, അല്ലെങ്കിൽ മിന്നാമിനുങ്ങൊന്നും ഇപ്പൊ കാണാനില്ല. ആ മിന്നാമിനുങ്ങ് പറക്കുന്നത് കണ്ടപ്പോ അത് നല്ല അഗ്നിയാന്ന് വിചാരിച്ചു പാവം. അതെടുത്ത് ഈ തീയിൽ ഈ ചവറിലിട്ടിട്ട് ഊതാൻ തുടങ്ങി. കുറെ നേരം ഊതി, ഊതിയിട്ട് തീ പിടിക്കുന്നില്ല. അപ്പൊ ഈ സൂചിമുഖിക്ക് ഇരുന്നിട്ടൊരു സമാധാനമല്ല. അപ്പൊ പറഞ്ഞു, എടാ മർക്കടാ, സൂചിമുഖി എന്ന പക്ഷി പറഞ്ഞു, ഇത് വെറും മിന്നാമിനുങ്ങല്ലോ, ഇത് മിന്നാമിനുങ്ങാണെന്ന് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു മിണ്ടാണ്ടിരുന്നാ മതി. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. മർക്കടൻ അങ്ങോട്ട് ദേഷ്യം വന്നില്ലേ, വേഗം മരത്തിൽ കയറി ആ സൂചിമുഖി എന്നുള്ള പക്ഷിയെ ഒരൊറ്റടിക്ക് കൊന്നു. അതുപോലെ ഇപ്പൊ ഒരൊറ്റടിക്ക് കിട്ടിയാൽ കൊല്ലും അല്ലേ? ഉപദേശിക്കാൻ വന്നിരിക്കുന്നു പോലും എന്ന് പറഞ്ഞു. കേവലം മരഞ്ചാടികളായ കൊരങ്ങന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ലങ്കാ രാജധാനിയിലേക്ക് ആക്രമിക്കാൻ വരുമത്രേ ഒരു മനുഷ്യ അധമൻ, മോശം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ മാപ്പരയ്ക്കോ? ഞാൻ ആരാ? എന്നെ അറിയോ നിങ്ങൾക്ക്? ദിക്പാലകന്മാരൊക്കെ എൻ്റെ കയ്യിലാ. ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അവരുടെ കാല് വെട്ടുന്ന പറഞ്ഞിരിക്കുക. അവരതുകൊണ്ട് പേടിച്ച ആ അശോകവനികയിലുള്ള തോട്ടത്തിലൊക്കെ കാറ്റ് നടക്കുകയേ ചെയ്യുള്ളൂ. കാറ്റ് നന്നായിട്ട് വീശില്ല, പേടിച്ചിട്ട്. അതിൻ്റെ ഇലയെങ്ങാനും ഒഴിഞ്ഞാലോ പോയി തൊലഞ്ഞു. പിന്നെ ഈ രാവണൻ വെച്ചു വയ്ക്കില്ല. അതുപോലെ ഈ നട്ടുച്ച നേരത്തെ ഇപ്പൊ എനിക്ക് ചന്ദ്രൻ ഉദിക്കണം, നിലാവിൽ കുളിച്ച് നിൽക്കണം എന്ന് തോന്നിയാൽ ശശാങ്കോപി ചന്ദ്രനോട് ഒന്ന് ഒരു ഉത്തരേ. അത്രയും ഭയന്ന് കിടുങ്ങിക്കൊണ്ടാണ് ഈ ലോകപാലകന്മാരൊക്കെ. അങ്ങനെയുള്ള ഞാൻ ഒരു മനുഷ്യപ്പുഴു അവന്റെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കുകയും എനിക്കെന്താ ഒരു വിലയും നിലയൊക്കെ ഇല്ലേ, ഞാൻ ആരാണെന്നാ വിചാരിച്ചത് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ നിന്റെ നാവ് പിഴുതെടുക്കും ഞാൻ. തീർച്ചയായിട്ടും ഇനി ഈ നാവ് ചലിക്കാൻ പാടില്ല. ഇനി നാവ് കൊണ്ട് നീ ഇതൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് രാവണ ചക്രവർത്തിയെ എന്നെ നീ എന്താ വിളിച്ചത്? നീന്ന് വിളിച്ച് സംസാരിക്കുക. എന്നെ നോക്കിയിട്ട് നീന്ന് പറയാൻ മാത്രം നീ എന്താ കഴിവുള്ളത്? എന്നിട്ട് നിന്റെ രാമനെ പ്രഭു പ്രഭു എന്ന് പറയണു. അത് ഞാൻ കേട്ടോണ്ടിരിക്കാൻ തയ്യാറല്ല. നീ മരിക്കാൻ വേണ്ടി വന്നവനാ മരഞ്ചാടി എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിന്റെ അനുഭവം ഇതാണ് കണ്ടു, ഇനി ഒരിക്കൽ എൻ്റെ മുമ്പില് ഒരുത്തനിങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് രോഷാകുലനായിട്ട് അങ്ങോട്ട് പല്ല് ഞെരിച്ച് കടിച്ചുകൊണ്ട് വൈശ്രവണൻ ആണല്ലോ, ആ വൈശ്രവണ ദൂതനെ വധിച്ചതിനാൽ ദൂതൻ മൂലം അങ്ങക്ക് നാശം വരും എന്നുള്ള ശാപമുണ്ടേ ഓർക്കണേ എന്നും കൂടി പറഞ്ഞു കൊടുത്തു. അതും കൂടി കേട്ടപ്പോ തന്റെ കഥ കഴിഞ്ഞൊന്നും ഉള്ളിൽ പേടിയുണ്ട്, പക്ഷെ പുറമേക്ക് ശൗര്യം. അതെപ്പോഴും അങ്ങനെയാണല്ലേ, ഉള്ളിലുള്ള
തനിക്ക് പോരായ്മ വരുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ കയർക്കും. അപ്പൊ തീരുമാനിച്ചോളൂ അവനെ ഒന്നും പറ്റില്ല. പറ്റുമെങ്കിൽ അവൻ കയർക്കില്ല. കയർത്താൽ ഓർത്തോളോ അവനെ കൊണ്ട് ഇത് സാധ്യമല്ല. എവിടെയെങ്കിലും തോറ്റാ എവിടെയെങ്കിലും ലഹള കൂട്ടണല്ലോ. ആ ലഹളയാണെന്ന് മനസ്സിലായി. ആ സമയത്ത് ഓടി വന്നു വിഭീഷണൻ. എന്നിട്ട് വിഭീഷണൻ പറഞ്ഞു, ജ്യേഷ്ഠ അരുത്, ദൂതവധം രാജധർമ്മത്തിലില്ല. എന്തൊക്കെ തരത്തില് ഒരാളെ വഴിയാക്കാമെന്ന് വെച്ചാൽ ദാനം ഭോഗോ നാശഹമുന്നെന്ന് പറഞ്ഞു. അതല്ലാതെ സന്ധി അല്ലേ, ഭേദം, ഉപായം, ദണ്ഡം, ഇതൊക്കെയാണ് രാജനീതി. ഇതിനി രാമന്റെ അടുത്ത് പോയി പറയാൻ പോണ്ടിട്ടാ ഇതിനു മുൻപ്. അപ്പൊ പറയണേ, ഇവൻ ദൂതനാണ്, ദൂതനെ വധിക്കാൻ പാടില്ല. കാരണം മാതൃഹത്യക്ക് തുല്യമാണ്. അമ്മയെ കൊല്ലുവാരെങ്കിലും അമ്മയ്ക്ക് തുല്യനാണ് ദൂതൻ. അതുകൊണ്ട് മാതൃഹത്യക്ക് തുല്യമാണ്. ഇവനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ അനുജന്റെ ഉപദേശം കേട്ടപ്പോ ഈ രാവണൻ ചോദിച്ചു, ഇവനെ വെറുതെ വിട്ട പ്രശ്നമല്ലേ? ഒരു പ്രശ്നവുമില്ല. ദൂതനെ വിടാതെ നിങ്ങൾ കൊന്നാൽ ഈ ദൂതൻ എന്ത് സംഭവിച്ചു എന്ന് അങ്ങയുടെ ശത്രുവിനറിയില്ല. ദൂതൻ തിരിച്ചു പോകുമ്പോഴാണ് പടയോടുകൂടി യുദ്ധത്തിന് വരിക. പടയോടുകൂടി യുദ്ധത്തിന് വന്നാലല്ലേ അങ്ങക്ക് രാമനെ ജയിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ദൂതനെ കൊല്ലരുത് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഓമൽ പുത്രൻ അക്ഷകുമാരൻ, പിന്നെ ആരാണ്, പ്രഹരസ്തന്റെ പുത്രൻ ജംബുമാലി, വിരൂപാക്ഷൻ, യൂപാക്ഷൻ, ദുർധരൻ തുടങ്ങിയ 5 സേനാനായകന്മാര്, വളരെ ഭടജനങ്ങൾ, ഇവരെയൊക്കെ കൊന്നവനായി രാമദൂതൻ. അതുകൊണ്ട് അപ്പൊ ഹനുമാൻ പറഞ്ഞു, എന്നോട് യുദ്ധത്തിന് വന്നപ്പോൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനതൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. അതൊരു യുദ്ധമുറയാണ്. ഞാൻ ആരെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടൊന്നുമില്ല. ഞാൻ വധ്യനാണെങ്കിൽ എന്നെ കൊന്നോളൂ, ഞാൻ റെഡി. ഞാൻ ചാവണോ, ഞാൻ റെഡി. നിങ്ങൾക്ക് എന്നെ വധിക്കണോ, വധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, രാവണൻ വിചാരിച്ചു മനസ്സിൽ, ഇത് മേഘനാഥൻ പറഞ്ഞ പോലെ സാധാരണക്കാരനല്ല, ഇത്ര ധൈര്യമായിട്ട് എൻ്റെ മുമ്പിൽ എന്നെ വേണമെങ്കിൽ കൊന്നോളോ എന്ന് പറഞ്ഞു നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ടല്ലോ. ഇവനെ ചിത്രവധ ചെയ്യുന്നതാ നല്ലത്, വെറുതെ അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് മനസ്സിൽ കരുതി. എന്നിട്ട് നല്ലോണം നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ ആ നന്ദികേശ്വരനാന്നാ തോന്നണത്, എന്നെ ശപിച്ച നന്ദികേശ്വരൻ തന്നെയാ തോന്നുന്നു. പിന്നെ കുറച്ചുകൂടി നല്ല നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് വൈശ്രവണനാണെന്നാ തോന്നുന്നത്, ഇത് വരുണനാണെന്നാ തോന്നുന്നത്, ഇത് സാക്ഷാൽ മഹാദേവനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പലതരത്തിൽ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നോക്കിയത് വാല് പറഞ്ഞ് ചുറ്റി 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 കൊണ്ടുവന്ന് സിംഹാസനം പോലെ ആക്കിയിട്ടുണ്ടല്ലോ. കോരങ്ങന്മാർക്ക് സ്വതവേ വാലിനോട് ഭയങ്കര പ്രിയമാണ്. അവർക്ക് വാലില്ലാതായ വലിയ സങ്കടം. വാലിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുക. നമുക്ക് ഭാഗവതത്തിലെ ദ്വിവിധന്റെ കഥയൊക്കെ അറിയാം. ദ്വിവിധൻ ബലരാമനും കൂട്ടുകാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വാലിട്ടടിച്ച് അവരുടെ മുമ്പിൽ തൻ്റെ കേമതരം കാണിച്ചു. അവരുടെ വാലാണ് അവർക്ക് പ്രധാനം. അതുകൊണ്ട് വൈരൂപ്യം, എങ്ങനെയൊക്കെ വൈരൂപ്യം ഉണ്ടാക്കാം? ശത്രുവിൻ്റെ തല മുണ്ടനം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം മീശയൊക്കെ വടിച്ചു വിടാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും അവൻ്റെ ഇഷ്ടപ്പെട്ടതായ അവയവത്തെ നശിപ്പിക്കാം. അപ്പൊ ഭംഗം നടത്താം, അല്ലാണ്ട് കൊല്ലാൻ പാടില്ല. വാനരന്മാർക്കോ വാലിലാണ് പ്രിയം. അതുകൊണ്ട് ഇവന്റെ വാലിനെ ചുട്ടുകളയുക, ഇതാണ് കണ്ട ഒരു വഴി. അപ്പൊ അതിനു വേണ്ടി തുണി ചുറ്റണം, എണ്ണയൊഴിച്ച് കത്തിച്ച് കരിച്ചു കളയുക. ഇവൻ വാലില്ലാണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയാല് വാനരന്മാർ ഇവനെ സെറ്റിലേ കൂട്ടില്ല അല്ലേ. വാല് പോയ കുരങ്ങിന്റെ കഥ അറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞു, ആദ്യം പറയാം. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കുണ്ടാമണ്ടി കുടുക്കിൽ പെട്ടു എന്ന് പാഠത്തിന്റെ പേര്. സംസ്കൃതത്തിലെ കിലോൽപാടി വാനരഹാന്നാണ്. എന്ത് ചെയ്തു, ഒരു കുരങ്ങൻ ഇങ്ങനെ കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് വന്നപ്പോ ഒരു മരപ്പണിക്കാരന്റെ സ്ഥലം, അവിടെ മരം അറുക്കുകയാണ്. അതിങ്ങനെ നല്ല ചന്തത്തിൽ നോക്കിക്കൊണ്ടിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ട്. മരം കറിച്ച് ഉച്ചയ്ക്ക് ഉണ്ണാതായപ്പോ ആശാരി എന്ത് ചെയ്തു, ആ മരം ഇങ്ങനെ പളർത്തി വെച്ചിരിക്കുക. അപ്പൊ അതിനിടയിൽ ഒരു ആപ്പ് വെച്ചു. ആപ്പ് വെച്ചിട്ട് ഉണ്ണാൻ പോയി. ഈ കുരങ്ങനെ മിണ്ടാതിരുന്നാ പോരെ, ആ മരഞ്ചാടി സ്വഭാവം. അത് നേരെ ചെന്നിട്ട് ആ മരത്തിൽ കയറിയിരുന്നു. മരത്തിൽ കയറിയിരുന്നപ്പോ അതിന്റെ വിടവിൽ ഇവന്റെ വാല് പോയി. അത് അവൻ അറിഞ്ഞില്ല. കുറെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കി, അപ്പൊ ഈ ആപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതെന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഇളക്കാൻ തുടങ്ങി. കുറെ നേരം ഇളക്കിയപ്പോ ആപ്പ് കയ്യിൽ വന്നു. ആപ്പ് കയ്യിൽ വന്നതും ഈ 2 വലിയ തടി കഷ്ണവും കൂടെ ഒരൊറ്റ അടിക്കല് അവന്റെ വാല് മുറിഞ്ഞു. സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് വരികയാണ്.
അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കണ്ടിങ്ങനെ പരിഹസിച്ചു എന്നല്ലാതെ ഇന്നു മുതൽ ഞങ്ങൾ നിന്നെ കൂട്ടില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, വാലിന്റെ ആട്ടണ്ട, നല്ല സുഖമാണ്, ഭാരമില്ല, പിന്നിലൊരു വലിയ ഭാരം വെച്ചല്ലേ നടക്കണത് എന്നൊക്കെ പറഞ്ഞു നോക്കി. ആരും കേട്ടില്ല. നിന്നെ ഞങ്ങളുടെ സംഘത്തിലേ ചേർക്കില്ല എന്ന് പറഞ്ഞു. ഈ കഥ ഓർത്തുകൊണ്ട് രാവണൻ പറയാ, ഇവന്റെ വാല് ചുട്ടിക്കളഞ്ഞ പിന്നെ ഇവനെ ആർക്കും ഒരു വിലയുണ്ടാവില്ല, അതുകൊണ്ട് ഇവനൊരു അടയാളമാണ്ടി നോക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൈയടിച്ച് പാസ്സാക്കി. ഒക്കെ അടക്കന്മാരല്ലേ എല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സാക്കി. അതന്നെ നല്ലത്, അതന്നെ നല്ല, അങ്ങനെ ചെയ്യാൻ രാജാവേ, അങ്ങനെ ചെയ്യാൻ രാജാവേ എന്ന് എല്ലാവരും കൂടി പറഞ്ഞു. ഇത് തന്നെ അവന് പറ്റിയ ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാവണൻ വേഗം കൽപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവന്റെ വാലിന് തീ കൊളുത്തണം. എങ്ങനെ കൊളുത്തണം? നിറച്ച് തുണികൾ കൊണ്ട് ചുറ്റിയിട്ട് എണ്ണയിൽ മുക്കണം, എണ്ണയും നെയ്യും ഒഴിക്കണം. എണ്ണയും നെയ്യും ഒഴിച്ചിട്ട് വാലിൽ തീ പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. വന്ന സമയത്ത് ഹനുമാൻ അവിടേക്ക് വന്നു. ഹനുമാനെ പിടിച്ചു കെട്ടി. ഇപ്പൊ സന്തോഷമായിട്ട് പോയി ഹനുമാൻ. വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് കിടക്കി പല്ലിളിച്ച് കാണിച്ചോണ്ട് പോയി. അപ്പൊ എന്ത് ചെയ്തു? ഇവരൊക്കെ കൂടെ തുണി കൊണ്ട് ചുറ്റാൻ തുടങ്ങി. തുണി ചുറ്റാൻ തുടങ്ങിയപ്പോഴേക്കും തൻ്റെ വൈഭവത്തിൽ വാലിനെ വലുതാക്കിക്കൊണ്ടേ വന്നു. നാട്ടിലുള്ള പട്ടാമ്പരങ്ങൾ, നാട്ടിലുള്ളതായ ചണ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ, ഇതൊക്കെ കെട്ടിയിട്ടും തുണി തികയണില്ല. ഇനി എന്താ ചെയ്യാന്നായി. നമ്മൾ ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം വലിച്ചതുപോലെ. അപ്പൊ ഇത് കണ്ടപ്പോ രാവണൻ പറഞ്ഞു, മതി മതി, അത്ര എത്തിയിട്ടില്ലേ, ഇനി ആ വാലിന് തീ കൊളുത്തിക്കോന്ന്. അപ്പൊ പറഞ്ഞു, ഇവനെ ഒരു കാര്യം ചെയ്യാൻ നോക്ക്, കയറുകൊണ്ട് നല്ലോണം അമർത്തിക്കെട്ടാം. ആ കയറുകൊണ്ട് കെട്ടി അവന് ഇട്ടാ പിന്നെ അവൻ അന്നങ്ങില്ല. എന്നിട്ട് തീയിട്ട ആ കയറോട് കൂടി അവൻ ചത്തുപോയില്ല, ആ വാല് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവര് വാലിൽ അവിടെ തീ കൊടുത്തു. ഹനുമാൻ എന്ത് ചെയ്തു? വിജൃംഭിത എഴുന്നേറ്റ് 4 കൊട അതോടുകൂടി കയറൊക്കെ പൊട്ടിപ്പോയി. ചടപടാന്ന് കയറ് പൊട്ടി. കയറ് പൊട്ടിയപ്പോ എന്ത് ചെയ്തു? നേരെ അങ്ങടെ ആകാശത്തിലേക്ക് ഒരൊറ്റ കുതിക്കല് ആകാശത്തിലേക്ക് കുതിച്ചു. എന്നിട്ട് ഓരോ മന്ദിരങ്ങളായി തീ വെച്ചുകൊണ്ട് വരികയാണ്. ആ സമയത്ത് പ്രഹസ്തന്റെ മന്ദിരം, ധൂമ്രാക്ഷന്റെ മന്ദിരം, ത്രിശിരസിന്റെ മന്ദിരം, കുംഭകർണന്റെ മന്ദിരം ഒക്കെ ഇങ്ങനെയുള്ളതാണ്. അട്ടാളകങ്ങളാണ്. 8 ഇതിപ്പത്തെ ഫ്ലാറ്റ് പോലെ 8 നില, 10 നില, 12 നിലയുള്ള വലിയ വലിയ ബിൽഡിങ്സ് ആണ്. അത്രയും വരെ ഉയർന്നു പൊങ്ങിക്കൊണ്ട് ഹനുമാൻ ആകാശത്തിലെ മറ്റൊരു ആദിത്യനെ പോലെ പ്രകാശിച്ചു. ഹനുമാന്റെ വാലിലുള്ള തീ നല്ല ചൊകചൊകചൊകാന്നുണ്ട്. അളത്തിലെ കിംസുകപ്പൂക്കളെ പോലെ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും നോക്കി നിൽക്കുകയാണല്ലോ. വാശി കൂടി, കുരങ്ങന്മാർക്ക് അങ്ങനെയല്ലേ വാശി കൂടിയപ്പോ എന്തായി? ഭവനാഭവനം ഗച്ഛന്, ഓരോ വീടും പോവും. അപ്പൊ വിചാരിച്ചു, അന്ന് വന്നപ്പോ ഇത്ര നന്നായിട്ട് കണ്ടിട്ടില്ല, വീടൊക്കെ ഒന്ന് നന്നായി കണ്ടിട്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീടുകൾ നോക്കി, ഇന്നാളുടെ വീട് പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് പ്രഹസ്തന്റെ ഗൃഹം, കുറച്ച് പോയപ്പോ ഇത് ധൂമ്രാക്ഷന്റെ ഗൃഹം, ഇത് മേഘനാഥന്റെ ഗൃഹം, ഇത് രാവണ ഗൃഹം, ഇത് കുംഭകർണ ഗൃഹം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീടും നോക്കിയിട്ട് അങ്ങോട്ട് സന്തോഷത്തില് തീ വെച്ചു കൊണ്ടുവന്നു. അങ്ങനെ കുറെ തീ വെച്ച് വന്നു. അപ്പൊ വിഭീഷണന്റെ മന്ദിരം കണ്ടപ്പോ ഒരൊറ്റ ചാട്ടം. അവിടെ മാത്രം ഒന്നും ചെയ്തില്ല. വിഭീഷണന്റെ ഗൃഹത്തെ നശിപ്പിച്ചില്ല. കാരണം സത്വഗുണസമ്പന്നനായ രാമഭക്തനായ വിഭീഷണനാണെന്ന് അറിയാലോ. എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവനെ നശിപ്പിക്കാനും പറ്റില്ല. അതിങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഹനുമാൻ തോന്നല്, ഈ തീയൊക്കെ ആയിട്ട് ഈ തുണിയോണ്ടൊക്കെ കെട്ടിയിട്ടും എൻ്റെ വാലിനൊരു ചൂടില്ലല്ലോ. അഗ്നിക്കുള്ള സ്വഭാവം എന്താ? ചൂട്. അഗ്നി എന്ന് പറഞ്ഞാൽ ചൂടിന്റെ ആശാനാണ്. ആ ചൂടുള്ള അഗ്നിക്ക് ഒരു ചൂടും ഇപ്പൊ കാണാനില്ലല്ലോ. ഇതെന്തായിരിക്കും കാരണം എന്ന് ഹനുമാൻ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചു. ഹനുമാൻ മനസ്സിൽ വിചാരിച്ച ഉടനെ തന്നെ വിചാരിച്ചു, രാമപ്രഭാവമായിരിക്കും, രാമന്റെ പ്രഭാവമായിരിക്കണം എൻ്റെ വാലിന് ചൂട് തോന്നാത്തത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, അല്ല, ആ പതിവ്രതയായ സീതയുടെ പ്രഭാവമായിരിക്കും ഈ വാലിന് ചുടുവാൻ. പിന്നെ വിചാരിച്ചു, എൻ്റെ അച്ഛനാരാ? വായു ഭഗവാനാണ്. വായു ഭഗവാൻ ആരാണ്? അഗ്നിയുടെ സഖാവാണ്. അഗ്നിക്ക് ഒരു പേരാണ് വായുസഖനൻ, വായുവിൻ്റെ കൂട്ടുകാരനാണ്. കാട് തീപിടിക്കാൻ തുടങ്ങിയാൽ വായു ഊന്ന് പറഞ്ഞ ഒരൊറ്റ വീസ് ആ വനം മുഴുവൻ തയ്ച്ചു പോകും. അപ്പോ വനാനി ദഹതോ വന്നേഹേ സഖാഭവതി മാരുത. കാട് തീപിടിച്ച് വരുമ്പോ കൂട്ടുകാരനായിട്ട് നിൽക്കൂത്രേ ഈ അഗ്നി, അല്ല വായു. ആ വായുവിന്റെ പുത്രനല്ലേ ഞാൻ, അതുകൊണ്ടായിരിക്കും എനിക്ക് ചൂട് വരാത്തത്. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് മനസ്സിലൊരു ഖേദം വന്നു അത്ര. ഈ പാവകജാല അങ്ങനെ മേൽപോട്ട് ഉയർന്ന്
അവിടെ അറിയിക്കുക അത്രേ. എവിടെ? ആകാശം വരെ മുട്ടീന്ന് ഇന്ദ്രന്റെ ഗൃഹത്തിൽ പോയിട്ടേ, ദാ ലങ്കാനഗരം ചുട്ടു പൊള്ളുന്നുണ്ട്, നിങ്ങളുടെ ശത്രു ഇന്ദ്രലോകത്തെയാണ് വല്ലാണ്ട് ദ്രോഹിച്ചിട്ടുള്ളത് ഈ രാവണൻ. കാരണം ഇന്ദ്രലോകത്തിലെ നന്ദനം, ചൈത്രാരഥം എന്നൊക്കെ പറഞ്ഞ് തോട്ടങ്ങളുണ്ട്. തദീയതരുരത്നാനി പുനരാനയ്യ കിങ്കരൈഹി സ്ഥാപയിത്വാ തുലങ്കായാം അവസത്സചിരായസഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ വേരോടെ എടുത്തുകൊണ്ടുവന്നിട്ടേ തൻ്റെ അശോകവനികയിൽ നട്ടിട്ടുണ്ട് അത്രേ. മാത്രമാണോ, അവിടെയുള്ള സുന്ദരീ തരുണിമാരെയൊക്കെ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രാവണന്റെ കൊട്ടാരത്തെ ഞാൻ ചുട്ടുകളയുന്നു എന്ന് ഹനുമാൻ തൻ്റെ ഉയർന്നതായ ആ തീനാളങ്ങളെ കൊണ്ട് കാണിച്ചു. ലങ്കാദഹന വൃത്താന്തം അവരെ അറിയിച്ചു. ഇന്നത്തെ പോലെ വൃത്താന്തം അറിയാൻ വേറെ വഴിയില്ലല്ലോ, അവർ അറിയിച്ചു അത്രേ. കുംഭകർണ വിഭീഷണ മന്ത്രങ്ങളിലും കുംഭകർണനെയും വല്ലാണ്ട് ദ്രോഹിച്ചില്ല. പാവ ഉറങ്ങല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെന്താണ്, വിഭീഷണന്റെ കൃപം ഒന്നും ചെയ്തില്ല. സീത ഇരിക്കുന്ന അശോകവനയ്ക്കും ഏൽപ്പിക്കാൻ പോയില്ല. പക്ഷേ ലങ്ക ദഹിച്ചു വീഴുന്ന ചട്ടപ്പെട്ട എന്നുള്ള ശബ്ദത്തിൽ അഗ്നി വ്യാപിക്കുകയാണ്, ഹുങ്കാരങ്ങളൊക്കെ മുഴക്കുകയാണ്. എല്ലായിടത്തും എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് എൻ്റെ പുത്രൻ, എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. ആ കരയുന്നത് കണ്ട് അപ്പൊ മനസ്സിലൊരു സന്തോഷം ഇങ്ങനെ കൂടുകൂടും. മമതനയ രമണ ജനക പ്രാണനാഥ മാമകം കർമ്മമയോ വിധി ദൈവമേ. എല്ലാത്തിനും നമ്മൾ വിധീനെയാണല്ലോ അവസാനം പഴിക്കുക. അപ്പൊ ഇത് എൻ്റെ കർമ്മഫലമാണ്, എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എൻ്റെ സ്വത്തുക്കളൊക്കെ നശിച്ചു പോകുന്നത് എൻ്റെ കർമ്മഫലമാണ് എന്ന് വിചാരിച്ചു. മരണം ഉടനുരുകി മുറുകി വരുകെന്നതു മാറ്റുവാൻ ആരുമില്ലല്ലോ ശിവ ശിവ. കാലക്കേടന്നെ, ഈ മരണത്തെ ഒന്ന് മാറ്റിവെക്കാൻ, ഈ അഗ്നിജ്വാലയൊന്ന് ഇല്ലാതാക്കാൻ ഇവിടെ ആരും ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടിലും ദുരിതമിത്, ഈ ദുരിതം വരാൻ കാരണം ആരാന്നറിയോ? അപ്പോഴേക്കും ഒരു സ്ത്രീ പറയണം, നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നിങ്ങളുടെ കർമ്മഫലമൊന്നല്ല, ഈ നമ്മുടെ ദുഷ്ട രാജാവ് വരുത്തി വെച്ചതാ. എന്താ കാരണം? രജനി ചരവര വിരചിതം, ഈ രാക്ഷസൻ ഉണ്ടാക്കിയതത്. ഇവൻ ആ സീതയെ കെട്ടുകൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്ന് സീതയെ ഇവിടെ കൊണ്ടുവന്നോ അന്ന് മുതൽ നമ്മുടെ നാടിന് അവശകുനങ്ങളാണ്. അങ്ങനെയുള്ള സീതയെ കൊണ്ടുവന്ന് നമ്മളെയൊക്കെ കുരുതി കൊടുക്കാൻ കാരണം ഈ രാജാവാണ്. എന്നിട്ട് പറയാണ്, ആരായാലും പരധനം പരദാരാഹരണം ബലാത്, ആരാണോ തട്ടിക്കൊണ്ടുവരുന്നത് അവന് നാശം അല്ലേ? എന്ത് വേണം? പണ്ഡിതന്മാരെന്ത് ചെയ്യാ? മാതൃവത് പരദാരേഷു, മറ്റുള്ള സ്ത്രീകളെ കാണുമ്പോൾ അമ്മയെ പോലെ കരുതണം. പരദ്രവ്യാണി ലോഷ്ടവത്, മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ കണ്ട മണ്ണാങ്കട്ടെ പോലെ തള്ളണം. മണ്ണാങ്കട്ടെ കണ്ട നമുക്ക് വല്ലതും ഉണ്ടോ പ്രത്യേകത? അതുപോലെ കരുതണം. പിന്നെ എന്ത് വേണം? മാതൃവത് പരദാരേഷു പരദ്രവ്യാണി ലോഷ്ടവത്. അടുത്തതാ പറഞ്ഞു തന്നത് ആത്മവത് സർവഭൂതാനി, എല്ലാ ജീവജാലങ്ങളും തന്നെ പോലെ എന്ന് കരുതണം. എന്നെ നുള്ളിയാ എനിക്ക് വേദനിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവനെ ദേഹോപദ്രം ചെയ്യാൻ വേദനിക്കും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവനവന് ആത്മദുഃഖമായത് മറ്റുള്ളവർക്ക് ചെയ്യരുത്. അവനവന് ആത്മസുഖം തരുന്നത് മാത്രമേ അവരന് ചെയ്യാൻ പാടൂ. ഇതാണ് ലോക നിയമം. ഈ ദുഷ്ടൻ പരദാന ഹരണം ആ ശ്രീരാമചന്ദ്രന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുവന്നു. കുബേരനെ തോൽപ്പിച്ച് കുബേരന്റെ കയ്യിലുള്ള ആ വിമാനവും സ്വത്തും ഒക്കെ തട്ടി, പത്മനിധിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് പാപിയാണ് ഈ ദശാസ്യൻ. ഈ ദശമുഖന്റെ പാപപ്രവൃത്തിയുടെ ഫലം പാവപ്പെട്ട പ്രജകളായ നമ്മളല്ലേ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അറിയില്ല അനുചിതമതു മതേന ചെയ്തീടായി ഇതിന്റെ ഫലം പിന്നെ ആരുമില്ല, ഇതിന്റെ ഫലം അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. കാരണം രാക്ഷസ രാജാവായിട്ട് ഗന്ധർവ കന്യകളെ രാക്ഷസ കന്യകളെയൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടൊരു മാനുഷ കന്യകയെ കൊണ്ടുവരാൻ തോന്നുന്നത് തന്നെ ആപത്തായി മാറിയല്ലോ എന്ന് പറഞ്ഞു. സുകൃത ദുരിതങ്ങളും കാര്യം അകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധാജനം. അത്
നമുക്ക് തുഞ്ചത്താചാര്യൻ നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ്. എന്താണ് വേണ്ടത്? നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും തിരിച്ചറിയണം നാട്ടുകാരൻ. രാവണൻ തങ്ങളുടെ രാക്ഷസേന്ദ്രൻ നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ടെങ്കിലും ചെയ്തത് അബദ്ധമാണെന്ന് പ്രജകൾ വിലയിരുത്തുകയാണ്. എന്നിട്ട് ആ പ്രജകൾ പറയാണ്, ഈ എന്തു വേണം? പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക തന്നെയാണ്. പക്ഷെ പരദാര പരിഗ്രഹണം പാടില്ല. അന്യ സ്ത്രീകളെ ബലാത്കാരേണ കൊണ്ടുവരാൻ പാടില്ല. പിന്നെ മാത്രമല്ല, കവർന്നെടുക്കുക എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ദുഷ്പ്രവൃത്തി ചെയ്യരുതാത്തത് ചെയ്യരുത്. അതെന്തായാലും ബുധജനം, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടതാണ് എന്നവര് കരുതി. ഇതിനു മുമ്പായിട്ട് രാജസദസ്സിലെ രാവണ സഭയിൽ വന്നപ്പോ ആ ഹനുമാൻ വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ്? ഏതായാലും പ്രഭു. അത് ഇപ്പൊ പറയാന്ന് വെച്ചിട്ട് പറയാണ്ട് വിട്ടത് കേട്ടോ. അതായത് ജലപ്രഭോ എന്നാ പറഞ്ഞ, മണ്ട എന്നാണ് വിളിച്ചത് രാവണനെ. എന്നിട്ട് പറയണ സ്ഫുടവചനം ഞാൻ വ്യക്തമായിട്ട് പറയാം, അത് കേട്ടോ. എന്താണ് കേൾക്കേണ്ടത്? പൂജ്യനാം രാമദൂതൻ ഞാൻ അറികനി. പൂജ്യനായ രാമന്റെ ദൂതനാണ് ഞാൻ. അതുകൊണ്ട് ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപൂരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗ കുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവേ ദേവാരാദി മുക്തി മുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ. ആ കൈലാസപതിയായ ഹനുമൻ, ശിവനാൽ എപ്പോഴും പൂജിക്കപ്പെടുന്ന രാമൻ, ഭുവനത്തിന് മുഴുവൻ പതി, അജൻ, ഭുജംഗതൽപ്പത്തിൽ കിടക്കുന്നവൻ, അതുപോലെ തന്നെ നിജജന കവചനം അത് സത്യമാക്കിയിടുവാൻ. അല്ലേ? തൻ്റെ ഭക്തന്മാർ എന്ത് പറഞ്ഞാലും അതിനെ സത്യമാക്കും. ഭക്തന്റെ മുമ്പിൽ തല താഴ്ത്തി കൊടുക്കും. അത് നമ്മൾ ഭാഗവതത്തിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഭീഷ്മൻ എന്തായാലും ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുപ്പിക്കും എന്ന് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ അർജുനനോട് പറഞ്ഞു, ഞാൻ വെറുതെ വരുള്ളൂ യുദ്ധത്തിന്, എൻ്റെ നാരായണപ്പടം മുഴുവൻ ഞാൻ ദുര്യോധനന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങുണ്ടായാൽ മതി എന്ന് പറയുമ്പോൾ സാരഥ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഭീഷ്മർ ഉറക്കൊരു പ്രതിജ്ഞ എടുത്തു, ഇന്ന് ഞാൻ ഈ ശ്രീകൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. തൻ്റെ ഭക്തനായ ഭീഷ്മപിതാമഹൻ അത് പറഞ്ഞപ്പോൾ അതിനെ തട്ടുമാറ്റാൻ പറ്റുമോ ഭഗവാന്? ഉടനെ തന്നെ ഭഗവാൻ ഉത്തരീയം പോലും പറപ്പിച്ചുകൊണ്ട് ചക്രം എടുത്തുകൊണ്ട് ആ ഭീഷ്മപിതാമഹന്റെ മുമ്പിലേക്ക് ഓടി വന്ന് തടുത്തു. പറഞ്ഞ വാക്ക് സത്യാക്കണ്ടേ, അങ്ങ് സത്യവ്രതനല്ലേ, ആ സത്യം പാലിക്കണ്ടേ എന്ന് അർജുനൻ പറഞ്ഞപ്പോഴാണ് അത്രേ ഭഗവാൻ മടങ്ങിയതെന്ന്. അപ്പൊ ഇവിടെ പറയാണ്, ആ നിജജനക വചനം അത് സത്യമാക്കിയിടുവാൻ. സ്വന്തം ഭക്തജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമാക്കുക എന്നതാണ് ശ്രീമന് നാരായണന്റെ അവതാരമായ രാമന്റെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ നിർമ്മലനാണ്. ഇപ്പൊ കാട്ടിലേക്ക് പുറപ്പെട്ടു വരാൻ തന്നെ കാരണം തൻ്റെ പിതാവിനെ സത്യപരിപാലകനാക്കാൻ വേണ്ടി, അച്ഛൻ്റെ സത്യത്തെ നിലനിർത്താൻ വേണ്ടി. എന്നാൽ കാട്ടിൽ വന്നു, അച്ഛൻ മരിച്ചുപോയി, ഭരതൻ എന്ന് പറയാൻ ഇപ്പൊ അച്ഛനൊന്നും ഇല്ല, വന്നോളോ, ആരും ഒന്നും പറയാനില്ല. ഇപ്പൊ മനസ്സ് മാറിയിട്ടുണ്ട് കൈകേയിക്ക്. അതുകൊണ്ട് അങ്ങ് രാജ്യത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോ പോയോ? അതാണ് പറഞ്ഞത്, ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ദൃഢവ്രതനാണ്, ധർമാത്മാവാണ്, ദൃഢവ്രതനാണ്, സത്യസന്ധനാണ്. അങ്ങനെയുള്ള രാമൻ അവർ വാസ്തവത്തിൽ മരുവിന്റെ നാളത്ത് നീയല്ലേ പോയി കട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭഗവാനോട് പറയണ, ഏതായാലും അജ്ഞാനം നീക്കാൻ ഒരു വഴിയുണ്ട് ഞാൻ പറഞ്ഞത്. നീ അജ്ഞാനം കൊണ്ട് ഈ കാണുന്നതൊക്കെ മായയാണ് എന്ന് മനസ്സിലാക്കാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ, ഇവിടെയുള്ളതായ സത്യവസ്തുവായ ഭഗവാൻ ഒഴിച്ച് ബാക്കിയെല്ലാം മായയാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, കാണുന്നതൊക്കെ ജഡമാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, നീ രാക്ഷസീ ബുദ്ധി ഉപേക്ഷിക്കാൻ സാധിക്കും. രാക്ഷസീയ ബുദ്ധി കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ സത്യം എന്നൊരു തോന്നൽ. ഈ ആത്മാവ് എന്നുള്ളത് ശരീരമാണ്, ഇന്ദ്രിയമാണ്, മനസ്സാണ്, പഞ്ചഭൂതങ്ങളാണ് എന്നുള്ള തോന്നലൊക്കെ തെറ്റിദ്ധാരണയാണ്. എല്ലാം ആത്മാവ് ഇതല്ല, ശരീരമല്ല ആത്മാവ്, പഞ്ചഭൂതങ്ങളല്ല ആത്മാവ്, ഇന്ദ്രിയങ്ങളല്ല ആത്മാവ്, ഈ മനസ്സല്ല ആത്മാവ്
അതുകൊണ്ട് നീ നല്ല പൗലസ്ത്യ കുലത്തിലൊക്കെ ജനിച്ചവനല്ലേ, ബ്രഹ്മഗോത്രത്തിൽ ജനിച്ച നിനക്ക് ഞാൻ പറയാതെ ഇതൊക്കെ അറിയണമായിരുന്നു. പക്ഷെ നീ അതൊന്നും കേട്ടില്ല. ഏതായാലും വിശ്രവസിന്റെ പുത്രനൊക്കെ ആയതുകൊണ്ട് വംശവിശുദ്ധിയുള്ളവനാണ്. അപ്പൊ വിശുദ്ധിയുള്ളവന് ആത്മജ്ഞാനത്തിന് അർഹതയുണ്ടത്രേ. സത്കുലത്തിൽ ജനിച്ച ഒരാൾക്ക് ആത്മജ്ഞാനത്തിന് അർഹമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഹനുമാൻ. എന്നിട്ട് പറയാണ്, തത്വബോധം നേടണം. തത്വബോധം നേടുമ്പോഴാണ് ഉള്ളിലുള്ള കാമക്രോധാദി വികാരങ്ങളൊക്കെ പോവുക. ആ തത്വം നിന്റെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ കാമദോഷാദികളൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് തള്ളിക്കളഞ്ഞോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അമൃതമയൻ, അജൻ, അമലൻ, അദ്വയൻ, അവ്യയൻ എന്തൊക്കെയാണ് ഭഗവാനുള്ള വിശേഷണങ്ങൾ നോക്കൂ. അമൃതമയൻ, നമ്മളെ ഭാഗവതത്തിൽ പറയുമ്പോ വാമന അവതരിക്കുമ്പോ അമൃതഭൂഹു അതിഥ്യ എന്നാണ്. അമൃതഭൂവായിട്ടാണ് അത്ര ജനിച്ചത്. ഭഗവാൻ അമൃതമയനാണ്, അമൃത സ്വരൂപൻ. പിന്നെ എന്താണ്? അജൻ, ജന്മാദികൾ ഇല്ലാത്തവൻ. അമലൻ, പവിത്രൻ അല്ലേ? പവിത്രാണാം യോ പവിത്രം, മംഗളാനാം ച മംഗളം, ദൈവതം ദൈവതാനാണ് അല്ലേ? അതാണ് പറയുന്നത്. പരിശുദ്ധത്തിൽ വെച്ച് പരിശുദ്ധം, ഏറ്റവും പവിത്രനാണ് അങ്ങനെയുള്ളതായ ആ ഭഗവാൻ. മാത്രമാണോ? അവ്യയൻ, അദ്വയൻ. നീ രണ്ടാമതുണ്ടോ? എന്നാ ഇതുപോലെ നമുക്ക് ലോകത്തിൽ കാണുന്ന ഒരാളെ കാണിച്ച് ഇതുപോലെയാണ് കേട്ടോ നാരായണൻ എന്ന് പറയാനുണ്ടോ? അദ്വയൻ കേവലനാണ്, ഒരാളേ ഉള്ളൂ. മാത്രമാണോ? അവ്യയൻ. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്, ചെല്ലുന്നതൊക്കെ ചെലവ് അല്ലേ? ഇവിടെ എന്തെങ്കിലും ചെലവായി പോവോ? എത്ര ഇരുന്നാലും പൂർണ്ണാതരം എപ്പോഴും പൂർണ്ണമായിട്ട് നിൽക്കുന്ന അവ്യസ്വരൂപനാണ്. ഇതൊക്കെ കഴിഞ്ഞു, നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ഉദാസീനാണോ ഭഗവാൻ? ഭഗവാൻ എപ്പോഴും എങ്ങനെയാ? എന്തൊക്കെ കഷ്ടപ്പാടുകൾ രാമാവതാരത്തിൽ അനുഭവിച്ചു, എന്തൊക്കെ കഷ്ടപ്പാടുകൾ ആ കൃഷ്ണാവതാരത്തിൽ അനുഭവിച്ചത്. എന്നെങ്കിലും ഭഗവാന്റെ മുഖം സുസ്മേരവതനല്ലാതായിട്ട് കണ്ടിട്ടുണ്ടോ? പരമാനന്ദ സ്വരൂപൻ, ആനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് തന്നെ ഏകൻ, അതുപോലെ ഒരാളേ ഉള്ളൂ. നമ്മളിൽ നിന്നൊക്കെ പരമാണ്, പ്രകൃതിയിൽ നിന്നും മായയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാണ്. അങ്ങനെ നിരൂപമൻ, അമേയൻ. ഭഗവാൻ ഇന്ന തരത്തിലാണെന്ന് വരച്ചു കാണിക്കാൻ പറ്റില്ല, അമേയനാണ്. മേയെന്ന് പറഞ്ഞാൽ അളക്കുക, അളന്ന് കണ്ടുപിടിക്കാൻ ഭഗവാനെ പറ്റുമോ? ഭഗവാൻ ഇന്ന രൂപത്തിൽ ഇത്രയുണ്ട്, ഇത്ര വണ്ണമുണ്ട്, ഇത്ര പൊക്കമുണ്ട്, 70 കിലോ അല്ലേ, അതുപോലെ 6 അടി ഉയരം എന്നൊക്കെ പറയാൻ പറ്റുമോ? സർവവ്യാപി, ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് ആ ഭഗവാൻ. അമേയനാണ്. മാത്രമാണോ? അവ്യക്തൻ. എന്നാ നമുക്ക് കണ്ടുപിടിച്ചേക്കാം, അങ്ങനെയുള്ള ആളെ പിടിച്ച് കൈ കെട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അവ്യക്തൻ. നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജ്ഞാനം കൊണ്ട് വ്യക്തത വരും. നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകപരം അസ്പഷ്ടേ ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥക ബ്രഹ്മതത്വം. അറിഞ്ഞു കഴിഞ്ഞാലോ ഒരു പുരുഷാർത്ഥം, 4ാമത്തെ പുരുഷാർത്ഥമാണ് ഏറ്റവും വലുത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഒരു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. ശ്രേഷ്ഠമായ പുരുഷാർത്ഥത്തിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ ആ ഭഗവാൻ വ്യക്തമാകണം. അവ്യക്തനെ വ്യക്തമാക്കാൻ വഴിയുണ്ടോ? പറയാൻ പോണു. അവ്യക്തനാണ്. മാത്രമാണോ? നിർഗുണൻ, നിരാകുലൻ. എന്നെങ്കിലും സങ്കടപ്പെട്ട് കണ്ടിട്ടുണ്ടോ? 16,000 സ്ത്രീകളെ കല്യാണം കഴിച്ചു എന്നാ. എന്നെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് താടിക്ക് കൈയും വെച്ചിരുന്നിട്ടുണ്ടോ ഭഗവാൻ? എല്ലാവരോടും ഒരുപോലെ പെരുമായി. ഇവർ 2 ഭാര്യമാരെ കെട്ടിയവന്റെ കാര്യേ കഷ്ടം, ഒരാളെ കിട്ടിയിട്ടേ കഷ്ടം. അപ്പൊ ഭഗവാൻ എന്തെങ്കിലും ഉണ്ടോ? നിരാകുലൻ. പിന്നെ പറയണ നിർഗുണൻ. നമുക്കൊക്കെ 3 ഗുണങ്ങളുണ്ട്, മാറി മാറി വരും. എല്ലാവരിലും ഉണ്ട് സത്വഗുണം, അതിന് നമുക്ക് വളർത്തിയെടുക്കാം. രജോ ഗുണം പിന്നെ ഉണ്ടല്ലോ. തമോ ഗുണത്തിലേക്ക് പോകാതെ നോക്കാം. രജോ ഗുണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്, ഓരോന്നിനോടൊക്കെ ആശ തോന്നുന്നത്. അത് തമോ ഗുണമായാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഗുണങ്ങൾ എല്ലാവരിലും ഉണ്ട്. ഭഗവാനോ ഈ ഗുണങ്ങളെ തരുന്നത് ഭഗവാനാണ്, പക്ഷെ ഗുണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനും ഭഗവാനാണ്. നിർഗുണൻ, നിഷ്കളൻ. എന്തെങ്കിലും കലകളുണ്ടോ? അതിൽ ഇത്തിരിയൊക്കെ പോകുന്നുണ്ടോ? ചന്ദ്രക്കല ഫുള്ളായിട്ടുള്ളത് കുറച്ച് ക്ഷയിച്ചിട്ടല്ലേ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിഷ്കളനാണ്. പിന്നെ പറഞ്ഞു നിർമ്മമൻ. ആരോടെങ്കിലും ഒട്ടലുണ്ടോ? ഇല്ല. ഈ ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്നിലും ഇൻവോൾവ് അല്ല. അങ്ങനെ ആർക്കൊക്കെ പറ്റുക? നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും ഇതിൽ നമ്മൾ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ്. ഇത് എൻ്റെ സീറ്റാണെന്ന് പറയാണ്. അതിലാരെങ്കിലും വന്നാ മുഖം ചുളിക്കും. ഭഗവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഒട്ടലുണ്ടോ? നിർമ്മമൻ.
നിർമ്മലൻ, ഒരഴുക്കില്ല മനസ്സില്. പിന്നെ എന്താണ്? അനന്തൻ, ആദ്യം പറയാനില്ല. ഭഗവാന്റെ ഗുണഗണങ്ങൾ അങ്ങടെ നിത്യമായിട്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ബ്രഹ്മാഹര വിരിഞ്ചന്മാർക്ക് പോലും പറ്റുന്നില്ല. ഭഗവാന്റെ മഹിമ എത്രയാണെന്ന് ബ്രഹ്മദേവനോ 1000 നാവുള്ള അനന്തനോ അതുമില്ലെങ്കിൽ ആ പരമശിവനോ അറിയാൻ സാധിക്കില്ല. പിന്നെ നമുക്കെങ്ങനെ അറിഞ്ഞത് ഭഗവാനെ? നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? വേദാന്തവേദ്യൻ അവേദ്യനജ്ഞാനിനാം, വേദാന്തവേദ്യന, വേദങ്ങളിലൂടെയാണ് നമുക്ക് ഭഗവത് സ്വരൂപത്തെ കുറിച്ച് അറിയുന്നത്. അജ്ഞാനികൾക്ക്, രവണ നിന്നെ പോലുള്ളവർക്ക് ആ ഭഗവാന്റെ മഹത്വം അറിയാൻ സാധിക്കുമില്ല. ഈ ലോകം മുഴുവൻ ജഡമാണെന്ന് ഇനി മനസ്സിലാക്കിക്കോ. ജഡമായ ലോകത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആ നിത്യ ചൈതന്യമാണ് ആ രാമൻ എന്നൊക്കെ പറഞ്ഞ് നീ ഒന്ന് മനസ്സുകൊണ്ട് പരമഗതി വരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ ഭഗവത് പാദാരവിന്ദത്തെ ശരണം പ്രാപിക്കുക. ആ ഭഗവത് പാദാരവിന്ദത്തെ തൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അതിന് ചെയ്യേണ്ടത് ഭക്തി മാത്രമാണ്. ഭക്തി കൊണ്ട് നീ ഉത്തമനായി തീരും. തത്വജ്ഞാനം ഉദിക്കും ദൃഢം. വിമലമായ മനസ്സ് വരുമ്പോ ശുദ്ധേ മനസ്സി ഗോവിന്ദ. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ വന്നോളും. അങ്ങനെ ഭഗവാൻ വരണം. അതിനെന്താണ്? വിശ്വസിക്കണം ഭഗവാൻ വരുമെന്ന്. അതുകൊണ്ട് കേവല അനുഭൂതി ആനന്ദമാണ്. അതെങ്ങനെ നമുക്കറിയണോ? അനുഭവിച്ചറിയാനേ സാധിക്കൂ അല്ലേ? ശർക്കര തിന്ന ഒരാളോട് ചോദിക്കുക, ഇത് നല്ല ടേസ്റ്റ്, ഉപ്പ് ഒന്നുമില്ല, നല്ല ടേസ്റ്റ്. അപ്പൊ കൂടുതൽ ചോദിക്കാറ് എങ്ങനെ ടേസ്റ്റ്, എത്ര ടേസ്റ്റ്? കുറെ പ്രാവശ്യം പറഞ്ഞു നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു, ഇനി തിന്ന് നോക്ക്, അപ്പോഴേ അറിയുള്ളൂ അതിന്റെ ടേസ്റ്റ്. അതുപോലെ ഈ ഭഗവത് സ്വരൂപത്തെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോരുത്തരും അനുഭവിച്ചറിയണം. നമ്മൾ പറയും മനുഷ്യരൂപേണ ഭഗവാൻ. ചില സമയത്ത് ഇപ്പൊ ഭഗവാനാ വന്ന് എനിക്കിത് ചെയ്തു തന്നത് എന്ന് ഓരോരുത്തരും അനുഭവിക്കുന്നില്ലേ? ആ അനുഭവം തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് നീ മനസ്സിലുള്ള ഈ മായാമോഹമൊക്കെ വിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കൂ. എങ്ങനെയുള്ള ഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിസ്പ്രഭം വിഷ്ണുപാദാംബുജം. നിന്റെ മനസ്സൊക്കെ ഇരുട്ടാ. ആ ഇരുട്ട് തീർക്കാൻ ആര് വരണം? തമഹാ സൂര്യോദയേ യഥം. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് പോകും. അതുപോലെ നിന്റെ മനസ്സിലുള്ള ഇരുട്ട് പോകണമെങ്കിൽ കോടി സൂര്യപ്രഭനായിട്ട് നിൽക്കുന്ന ആ ശ്രീരാമനെ ഒന്ന് ധ്യാനിച്ചാൽ മതി. നിന്റെ മനസ്സിലുള്ള ഈ കപടമൊക്കെ പോയി കിട്ടും. മധുമദന ചരണ സരസിജയുകളമാശുനി മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടടോ. ഇതാണ് ഹിതോപദേശം കിടത്തി. ആ രാവണന് ഹിതോപദേശിച്ചു. ഈ വാക്കുകൾ മനസ്സിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത് എന്ത് വേണം? ശരണം. ആ ഭഗവാന്റെ പാദാരവിന്ദം തന്നെയാണ് ശരണം എന്ന് വിചാരിക്കുക. ഭഗവാൻ നിന്റെ ശത്രുവാണ് എന്നിനി ഒരിക്കലും പാടില്ല. അതോ ഭജസ്വ അദ്യ ഹരിം. നീ ഹരിയെ ഭജിച്ചോളോ. രമാപതിം, രാമം പുരാണം. ഇന്നുണ്ടായവനല്ല, ആദ്യമേ ഉണ്ട്. ആ ഭഗവാനെ ധ്യാനിച്ചോ. പ്രകൃതേ ഹേ പരം. ഈ മായയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നവനാണ്. വിഭും വിസൃജ്യ മൗർഖ്യം ഹൃദി. മനസ്സിൽ എങ്ങനെയാണ് ഞാനിപ്പോ പോവാന്നൊന്നും വിചാരിക്കണ്ട. ഇത്ര നാള് ശത്രുവായി വിചാരിച്ചാൽ എങ്ങനെ? നമുക്കുണ്ടല്ലോ അല്ലേ, കുറെ ദിവസം ആരോടെങ്കിലും പിണങ്ങിയിരുന്നിട്ട് പിന്നെ കാണുമ്പോ ആരാ ഈഗോ നമുക്ക് സമ്മതിക്കില്ല. ഈഗോ ഒന്നും വിചാരിക്കണ്ട. നേരെ ഭഗവാന്റെ അടുത്തേക്ക് പൊക്കോ. ശത്രുഭാവനാംബജസ്വ രാമം. നീ ശത്രുഭാവനയോടുകൂടി ഇപ്പൊ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, അത് നല്ല ഭക്തിഭാവയോടുകൂടി ചെയ്തോളൂ. ശരണാഗത പ്രിയൻ. ശരണം പ്രാപിച്ചവരോട് വലിയ ഇഷ്ടമാണ് ഭഗവാനെ. അതുകൊണ്ട് സീതാംബുരസ്കൃത്യ സപുത്രബാന്ധവോ രാമം നമസ്കൃത്യ വിമുച്യതേ ഭയാത്. ശരിക്കും പറഞ്ഞു കൊടുത്തു. ആ സീതയെ കൊണ്ടു കൊടുക്കൂ. എന്നിട്ട് ബന്ധുക്കളോടുകൂടി ഒരു സാഷ്ടാംഗം നമസ്കരിച്ചോളൂ. നിനക്കതാണ് നല്ലത്. ആ അമൃതവചനമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടും അത്യന്ത രോഷേണ കേട്ടു ദശാനനൻ. രാവണൻ അങ്ങോട്ട് കോപം വന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവന്റെ പാൽ അങ്ങോട്ട് ചുട്ടു പൊളിക്കുക, അവൻ അങ്ങനെ ആരുമില്ലാതായി തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ അതിനുശേഷം ആ ലങ്ക മുഴുവൻ അങ്ങോട്ട് ദഹിപ്പിച്ചു വന്നു പറഞ്ഞു. ഹനുമതാ വേഗവത വാനരേണ മഹാത്മന ലങ്കാപുരം പ്രദഗ്ധത്തത് രുദ്രേണ ത്രിപുരം യഥ. ശ്രീ മഹാദേവൻ ത്രിപുരത്തെ എങ്ങനെ എരിച്ചു കളഞ്ഞുവോ അതുപോലെ വേഗതയുള്ള. എങ്ങനെയുള്ള വേഗത? നമ്മള് ഹനുമാനെ സ്തുതിക്കുമ്പോ പറയും മനോജപം മാരുതതുല്യ വേഗം എന്നാണ്. മനോജപമാണ്. മനസ്സാണ് വേഗം സഞ്ചരിക്കുക. ആരാണ് വേഗം സഞ്ചരിക്കുക എന്ന് യക്ഷൻ
യുധിഷ്ഠിരനോട് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു മനസ്സാണ്. മനസ്സാണ് വേഗത്തിൽ സഞ്ചരിക്കുക. മാരുത തുല്യ വേഗം, കാറ്റിനും നന്നായിട്ട് വീശാറിയപ്പോൾ നമ്മൾ കണ്ടില്ലേ ചുഴി കാറ്റ്, ആ കാറ്റൊക്കെ എത്ര വേണമെങ്കിലും വരാൻ സാധിക്കും. പിന്നെ എന്താണ് ജിതേന്ദ്രിയം? അത് ആർക്കാ പറ്റുക? ഇന്ദ്രിയങ്ങളെ ജയിച്ചവന് മാത്രമേ പറ്റൂ. ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠ, ബുദ്ധി ഉണ്ടാവണം. ബുദ്ധി ഇല്ലാണ്ട് പോയി രാവണൻ. ആ ശ്രീരാമചന്ദ്രനും ബുദ്ധി ഇല്ലാണ്ടത് കൊണ്ടാണ് സീത നഷ്ടപ്പെട്ടത്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ സീത നഷ്ടപ്പെടുവോ? സ്വർണ്ണമാനം ഉണ്ടാവില്ല എന്ന് ആലോചിക്കാനുള്ള ബുദ്ധി ആ രാമന് നഷ്ടപ്പെട്ടില്ലേ? ആ നഷ്ടപ്പെട്ട് ആ സ്വർണ്ണമാനാണ് സത്യം എന്ന് പറഞ്ഞ് പിന്നാലെ പോയപ്പോ സാക്ഷാൽ പരമതത്വമായ സീത നഷ്ടപ്പെട്ടു. അപ്പോഴാണല്ലോ സീത നഷ്ടപ്പെട്ടത്. അപ്പൊ പിന്നെ സീതയെ അന്വേഷിച്ച് പിടിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് മാരുതി എന്നുള്ള ഗുരുനാഥനെ കിട്ടിയത്. എന്നിട്ടും മനസ്സിലുള്ള ഈ ഭാവങ്ങൾ കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചില്ല അത്ര. ആ സമയത്താണ് അഗസ്ത്യോ ഭഗവാൻ ഋഷി, അടുത്തതിൽ പഠിക്കും യുദ്ധം വരുമ്പോ അഗസ്ത്യൻ വന്ന് പറയും ജയിക്കാൻ പറ്റിയില്ലേ, ബുദ്ധികാരകനായ സൂര്യനെ ധ്യാനിച്ചു കൊള്ളുക. സൂര്യവംശ തിലകനാണ്, എന്നിട്ടും മനസ്സിൽ ബുദ്ധി. ആ ബുദ്ധി വരുമ്പോ ബുദ്ധി പ്രചോദകനായ സൂര്യനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ബുദ്ധി തെളിയും. ബുദ്ധി തെളിയുമ്പോ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏത് വഴി കൂടെ പോയാൽ കിട്ടും എന്നറിയും എന്ന് പറഞ്ഞപ്പോ തമോ ഗുണത്തിന്റെ ഇരിപ്പിടമായ രജോ ഗുണത്തിന്റെ നിറകുടമായ ആ രാവണനെ ജയിക്കാൻ ബുദ്ധി സഹായിച്ചു. അങ്ങനെയാണ് ഭഗവാന് രാവണനെ ജയിക്കാൻ സാധിച്ചത്. അങ്ങനെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. യുഗാന്തകാല രൂപ എന്ന് പറഞ്ഞു. കാലാഗ്നി സദൃശൻ ദോരയിലെ പ്രളയകാലത്തില് അഗ്നി അങ്ങോട്ട് രൗദ്രം പ്രാപിക്കും അത്രയും. ആ മാരുതൻ അഗ്നിർവൃതേ, ആ തീ അങ്ങോട്ട് ആളി കത്തി. ആ സമയത്ത് ഓരോ വീട്ടിലും നെയ്യ് കുറഞ്ഞോ എന്ന് വെച്ചാൽ നെയ്യ് കുറഞ്ഞില്ല അത്രേ. രക്ഷശരീര ആദ്യസിക്ത എന്ന് പറഞ്ഞു. ആ രക്ഷോഗണങ്ങളുടെ ശരീരം തന്നെ നെയ്യായിട്ട് മാറി. അതായത് എത്ര തന്നെ ഒഴിച്ചാലും അഗ്നിക്ക് മതിയാവില്ല. നജാതു കാമാനം അല്ലേ? അതെങ്ങനെയാണ്? ഹവിഷ കൃഷ്ണവർമ്മന, നമ്മൾ എത്ര നെയ്യ് ഒഴിക്കുന്നോ അത്രയും വായ വളർന്നുകൊണ്ട് വരും. അതുപോലെ ഈ ശരീരങ്ങളെ കിട്ടിയപ്പോ അഗ്നി ഞങ്ങൾ അടിച്ചു പകർത്തി. അങ്ങനെയാണ് അവിടെയൊക്കെ എല്ലാ നഗരങ്ങളെയും നശിപ്പിച്ചത്. ഇതൊക്കെ സംപീഡ്യനായിട്ടില്ല ആ ഹനുമാന് ഒരു സങ്കടം വന്നു. പെട്ടെന്ന് ഞാൻ എന്ത് കാര്യം ചെയ്തു? കാര്യാകാര്യ വിചാരണയില്ലാതെ പോയില്ലേ? ഈ ലങ്കാനഗരം ചുട്ടു പൊള്ളിച്ചപ്പോ നമ്മൾ ആരെ തേടി വന്നുവോ? ആരെ ശ്രീരാമചന്ദ്ര പ്രഭുവിനുമായി ചേർക്കാൻ വന്നുവോ? ആ സീത ദഹിച്ചു പോയിരിക്കില്ലേ എന്ന് ആലോചിച്ചപ്പോഴേക്കും മനസ്സിൽ അങ്ങോട്ട് സങ്കടം വന്നു. അപ്പൊ പറയണ ഇതിനൊക്കെ കാരണം ആ ദേഷ്യം. ഈ 20 കണ്ണും കൊണ്ട് തുറപ്പിച്ചു നോക്കിയപ്പോ എനിക്ക് ദേഷ്യം വന്നതല്ലേ ഇതിന് കാരണം. അപ്പൊ ക്രോധ, ഈ ക്രോധം എന്നുള്ളത് ക്രുദ്ധ പാപ നരക്കുര്യാത്, ക്രുദ്ധ നരഹ പാപം കുര്യാത് എന്ന് പറഞ്ഞു. കോപം വരുമ്പോ അവൻ എന്താ ചെയ്യേണ്ടത്? വീണ്ടും വിചാരം ഉണ്ടാവില്ല. അപ്പൊ അവൻ പാപപ്രവൃത്തി ചെയ്യും. ക്രുദ്ധോഹന്യാത് ഗുരു നബി, ക്രോധപ്പെട്ട ഒരാള് തൻ്റെ മാതാപിതാക്കളെ വരെ തല്ലിന്ന് വരും. ക്രോധമാണ് കാരണം. അപ്പോ ഞാനിപ്പോ എന്റെ ക്രോധം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ, ഞാൻ ഇനി ആ രാമചന്ദ്ര പ്രഭുവിനോട് എന്ത് പോയി പറയും എന്ന് ആലോചിച്ചു. അപ്പൊ കുറച്ചൊരു ആശയുണ്ട്. രാമപ്രഭാവം കൊണ്ടാണോ സീതാപ്രഭാവം കൊണ്ടാണോ അറിയില്ല, എൻ്റെ വാലിന് ചൂട് തോന്നിയിട്ടില്ല എന്ന് കുറച്ചങ്ങോട്ട് ആലോചിച്ചു. ആ സമയത്ത് ചാരു സർവാംഗി, അതിസുന്ദരിയാണ് ആ സീത. അങ്ങനെയല്ല, സീത രക്ഷിത സ്വേന തേജസ, സ്വന്തം തേജസ് കൊണ്ട് രക്ഷിച്ചിരിക്കാം. എന്താ കാരണം? നശിഷ്യതി കല്യാണി അഗ്നി അഗ്നോ പ്രവർത്തതേ പറഞ്ഞു. അതായത് അഗ്നിയുടെ അടുത്ത് തല്ലിന് പോവോ? ദേവിയുടെ ഉള്ളില് പാതിവ്രത്യമാകുന്ന അഗ്നി അങ്ങോട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അഗ്നി ഉള്ളപ്പോൾ വേറൊരു അഗ്നി വന്ന് അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമാധാനപ്പെട്ടു. നേരെ എന്തായാലും വാലം ഉണക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാലും കൊണ്ട് അങ്ങോട്ട് പോയി സമുദ്രത്തിൽ 4 കപ്പൽ. അതോടുകൂടി വാലിലത്തെ തീയൊക്കെ അണഞ്ഞു. വാലിലൊക്കെ തെളിച്ച് സമയത്ത് ആ ചാരണന്മാർ പറയുന്നത് കേട്ടു. എന്താ ചാരണന്മാർ പറഞ്ഞത്? എന്താലേ അതിശയം! ദഗ്ധാനഗരി ലങ്ക, ആ ലങ്കാനഗരി മുഴുവൻ അങ്ങോട്ട് കത്തി വെണ്ണീറായി. അതെങ്ങനെ? സട്ടപ്രാകാര തോരണമാണ്. 8 നില വീട് 10 നില വീടൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി. പക്ഷെ ജാനകി ദഗ്ധ, സീത മാത്രം ദഹിച്ചു പോയില്ലല്ലോ. വിസ്മയ അത്ഭുതമേവച, ഇത് ആശ്ചര്യമല്ലേ എന്ന് പറഞ്ഞ്
മനസ്സിൽ അങ്ങടെ വിചാരിച്ചു അത്രേ. അപ്പൊ അതിന് കാരണം പറയാണ്. ഈ ദേവി എന്ത് ചെയ്തു അത്രേ? പാവകനെ നോക്കി, അഗ്നിയെ നോക്കി. ഇതിലില്ല, ഞാൻ അതുകൊണ്ട് സംസ്കൃതം വായിക്കാം. അവിടെ എന്താ പറഞ്ഞത്? മംഗളാഭിമുഖീതസ്യ സാദദാസീത് മഹാകപേഹേ ഉപതസ്തേ വിശാലാക്ഷി പ്രയദാഹവ്യവാഹനം. അതിന് കാരണം എന്താ? ആ രാക്ഷസപ്പടകളൊക്കെ ഓടി വന്നു രാക്ഷസിമാര്. സീതേ സീതേ, നീ ഒരു കുരങ്ങിനോട് സംസാരിച്ചില്ലേ? ആ കുരങ്ങന്റെ വാലിൽ തീ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ അതുവരെ അവൾ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, എനിക്കറിയില്ല കുരങ്ങിനൊന്നും, എനിക്ക് ആരാന്നേ അറിയില്ല, സർപ്പത്തിനല്ലേ സർപ്പത്തിനെ അറിയൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയോളാ. പക്ഷെ ഹനുമാന്റെ വാലിൽ തീ വെച്ചു എന്ന് പറഞ്ഞ ഉടനെ സീത എന്ത് ചെയ്തു? മംഗളാഭിമുഖീതസ്യ, ആ മംഗളമായ മുഖത്തോടുകൂടി ഹനുമാൻ പോയ ദിക്കിലേക്ക് നോക്കിയത്രയും. എന്നിട്ട് ഉപതസ്തേ വിശാലാക്ഷി പ്രയതാ ഹവ്യവാഹനം. ഹവ്യം, ഹവിസിനെ വഹിച്ചു കൊണ്ടുപോകുന്നവൻ ഹവ്യവാഹൻ അഗ്നി. ആ അഗ്നിയുടെ മുമ്പില് കൈ കൂപ്പിക്കൊണ്ട് അങ്ങോട്ട് പ്രവർത്തിച്ചത്. എന്നിട്ട് പറഞ്ഞു, എന്തൊക്കെയാണ് അവൾ പറഞ്ഞത് നോക്കൂ. ഇതൊക്കെ വേണ്ട ക്വാളിറ്റീസ് ആണ്. രാമായണത്തില് എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. ചെയ്യാൻ പാടില്ല എന്നൊന്നും ചെയ്യും. അത് ലോകസ്വഭാവം. അത് ധർമ്മത്തിനെ ആജ്ഞാപിച്ച് നടത്താൻ പറ്റില്ല. എന്നാ പോട്ടെ, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, ഞാൻ പറഞ്ഞു കൊടുത്തോ വന്നിരിക്കുക ഒരു ഫ്രണ്ട് പറഞ്ഞുതരാൻ. അവൾ വലിയ ആളാ, അവൾ പറഞ്ഞു ഞാൻ കേൾക്കില്ല എന്ന് തോന്നലുള്ള ബുദ്ധിയേ വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ഭാര്യ ഭർത്താവിനോട് നൈസായിട്ട് കാര്യം പറഞ്ഞ എല്ലാ കാര്യവും നടത്തില്ലേ? അതുപോലെ വാൽമീകി നൈസായിട്ട് നമുക്ക് പറഞ്ഞു തരിക. വാൽമീകി ഇവിടെ പറയണ യജ്ഞസ്തി പിതൃശുശ്രൂഷ യജ്ഞസ്തി ചരിതം തപഃ യദി ചാസ്ത്യേകപത്നീത്വം ക്ഷീതോ ഭവ ഹനുമതഃ. അതെ പറയണേ, ഞാൻ പിതാവിനെ ശുശ്രൂഷിച്ചിട്ടുള്ള രാമൻ, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഞാൻ, തപസ് തന്നെ ചരിതമാക്കി വെച്ചിട്ടുള്ളവൻ, അത് മാത്രമേ ഏകപത്നി വ്രതധരൻ എൻ്റെ ഭർത്താവാണെങ്കിൽ ശീതോ ഭവ ഹനുമത, അഗ്നി ആ ഹനുമാന്റെ വാലില് ചൂടാക്കരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയണ യദി കിഞ്ചിദനുക്രോശഃ തസ്യ മയ്യസ്ഥിതിമതഃ യദി വാ ഭാഗ്യശേഷോ മേ ശീതോ ഭവ ഹനുമതഃ. ആ ഭഗവാൻ എന്നോട് ആനൃശംസ്യമുണ്ടെങ്കിൽ, അപ്പോഴേ പറഞ്ഞു ഹനുമാൻ സീതയെ കണ്ടപ്പോ പറഞ്ഞു, 4 തരത്തിൽ ഞാൻ സങ്കടപ്പെടുക കേട്ടോ സീതയെ കണ്ടിട്ട് എന്ന് മനസ്സിൽ കരുതി. എന്തൊക്കെയാണ്? കാരുണ്യേന ആനൃശംസ്യേന ശോകേന മദനേന ച എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? സ്ത്രീ പ്രണഷ്ടേതി കാരുണ്യാത്, ഒരു സ്ത്രീയാണല്ലോ നഷ്ടപ്പെട്ടത് എന്നുള്ള കരുണ. ആശ്രിതേത്യാനൃശംസ്യത, ആ ജനക മഹാരാജാവ് കല്യാണം കഴിച്ചു വന്നപ്പോ ഞാനേ ഉള്ളൂ ആശ്രയം എന്ന് പറഞ്ഞു വന്നവളാ. അവളെ ഞാൻ ആനൃശംസ്യത്തോടെ വളരെ ദയാവായ്പോടെ വളർത്തേണ്ടതല്ലേ? അത് ചെയ്യാതെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ ആ സങ്കടം. പത്നി നഷ്ടേതി ശോകേന, തൻ്റെ പ്രിയ പത്നിയാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ ദുഃഖം അടക്കാൻ പറ്റണില്ല. അവസാനതോ പ്രിയേതി മകനേനച, ഏറ്റവും പ്രിയതമയാണെന്നുള്ളത് കൊണ്ടുള്ള കാമപാരവശ്യം. അങ്ങനെ 4 തരത്തിൽ ആ രാമൻ അവിടെ ദുഃഖിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ദേവി പറയാണ് യദി കിഞ്ചിദനുക്രോശഃ, അല്പമെങ്കിലും ദയ അദ്ദേഹത്തിന് എന്നിലുണ്ടെങ്കിൽ, എന്നോട് ആ ഭഗവാന് അല്പമെങ്കിലും ദയുണ്ടെങ്കിൽ, യദി വാ ഭാഗ്യശേഷോ മേ, ഞാനിപ്പം കഷ്ടപ്പെടുക പക്ഷേ കാലചക്രം അറിയും അല്ലേ? ചക്രാരപങ്ക്തിരിവ ഗച്ഛതി കാലപങ്ക്തി എന്നാണ്. ചക്രത്തിന്റെ ഗതി പോലെയാ, ചിലപ്പോൾ മേൽപോട്ട് വരും, ചിലപ്പോൾ താഴോട്ട് വരും. അതുകൊണ്ട് എല്ലാവർക്കും ഭാഗ്യം വരെയും പോയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഭാഗ്യം എനിക്ക് ഉണ്ടെങ്കിൽ ശീതോ ഭവ ഹനുമത, ഹനുമാന്റെ വാലില് തണുപ്പ് തോന്നണേ. യതിമാം വൃത്തസമ്പന്ന തത്സമാഗതലാലസാം, സ്വഭാവത്തിലും ഒരു തരത്തിലുള്ള അഴുക്കും വരാതെ നിർമ്മലമായ മനസ്സോടുകൂടി ആ ഭഗവാനെ തന്നെ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സത്യമാണെങ്കിൽ സവിജാനാതി സർവാത്മാ, ആ സർവാത്മാവായ പ്രഭു ഇത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ശീതോ ഭവ ഹനുമത, അഗ്നി തണുത്തു പോകണമേ എന്ന് പറഞ്ഞു. യതിമാം താരയേദാര്യ സുഗ്രീവ സത്യസങ്കര, സുഗ്രീവൻ പ്രതിജ്ഞയൊക്കെ ചെയ്തു കൊടുത്തു എന്നാണല്ലോ ഹനുമാൻ പറഞ്ഞത്. ആ സുഗ്രീവൻ വന്ന് എൻ്റെ ദുഃഖാംബുരോധ, ഈ ദുഃഖ സമുദ്രത്തിൽ നിന്ന് എന്നെ തരണം ചെയ്യുമെങ്കിൽ ശീതോ ഭവ ഹനുമത, ഹനുമാനെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു അഗ്നിജ്വാല പോലെ ഒന്ന് വന്ന് സീതയെ പ്രദക്ഷിണം വെച്ചു തുടങ്ങി. അപ്പൊ സീതയ്ക്ക് മനസ്സിലായി അഗ്നി തന്നില് കനിഞ്ഞിട്ടുണ്ട് എന്ന്.
അപ്പൊ പറയണ ഇതാണ് ചാരണന്മാർ പറഞ്ഞത്. ലങ്ക മുഴുവൻ ചുട്ടുപോയിട്ട് എന്താ, ആ സീത മാത്രം സീത മാത്രം അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ എന്നവർ പറഞ്ഞു അത്രേ. ജാനകീന ചരദേതി വിസ്മയോദ്ഭുതേവച. അത് കഴിഞ്ഞു കവികുലത്തിന് മുഴുവൻ ആ താണു തൊഴുത് നമസ്കാരത്തോടു കൂടി വന്നു അത്രേ ഹനുമാൻ സീതാദേവിയുടെ മുമ്പിൽ. എന്നിട്ട് സീതാദേവിയോട് പറയുന്നു, ഞാനിനി പോവുകയാണ്, ഇനി ഇവിടെ ഇങ്ങനെ തങ്ങണതിലൊരു അർത്ഥമില്ല. ഞാൻ എൻ്റെ വീരതി മറ്റൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. രാമൻ എത്ര കഴിവുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞു. ആജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. എനിക്കൊന്ന് ആജ്ഞ തരുമോ, ഞാൻ രാമന്റെ അടുത്തേക്ക് പോകട്ടെ എന്ന് അനുജ്ഞ ചോദിച്ചു. അപ്പൊ രഘുവരനും അവരജനും അരുണജനുമായി ദ്രുതം ആഗമിച്ചിടും അനന്തസേനാസമം. ആരൊക്കെ വരിക? രഘുപുത്രൻ, ആ രഘുവിന്റെ സഹോദരനായ രഘുപുത്രന്റെ രാഘവന്റെ സഹോദരനായ ലക്ഷ്മണൻ, മാത്രമല്ല അരുണജൻ. അരുണജൻ സൂര്യപുത്രൻ, സൂര്യപുത്രനായ സുഗ്രീവൻ, ഇവരൊക്കെ കൂടെ സൈന്യസമേതം വരും. അതുകൊണ്ട് കുറച്ച് പരിതാപം വേണ്ട, മനസ്സിൽ വിഷമിക്കണ്ട, തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്ന സമയത്ത് തൻ്റെ ഉള്ളിലുള്ള ദുഃഖത്തിനെ വീണ്ടും പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രമണന്റെ കഥയൊക്കെ നീ എനിക്ക് പറഞ്ഞു തന്നില്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്താപം പോയി കഴിഞ്ഞു, എനിക്ക് മനസ്സിന് ധൈര്യമായി കഴിഞ്ഞു. ഏതായാലും ഇനി ദുഃഖിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാതാനുകമ്പം തൊഴുതു ചൊല്ലിയിടിനാൾ. ഇനി ദുഃഖമൊന്നും വേണ്ട, വിരഹമൊക്കെ ഇപ്പൊ തീരാറായി, ഞാനിപ്പൊ നിന്നെ എൻ്റെ തോളിൽ കയറിക്കോ, ഞാൻ ഇപ്പൊ കൊണ്ടുപോകും. ആരാ നിമിഷത്തിൽ എനിക്ക് സമുദ്രം കിടക്കാനൊന്നും ഒരു പ്രയാസമില്ല, എൻ്റെ തോളിൽ കയറി ഇരുന്നാല് ഞാൻ രാമന്റെ അടുത്ത് കൊണ്ടാക്കാം. അപ്പൊ നിന്റെ ദുഃഖമൊക്കെ പോയില്ലേ, നിന്റെ ദുഃഖം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റണില്ല. തവ രമണ സവിതമുപഗമ്യ യോജിപ്പിച്ച് താപം അശേഷം അദ്യൈവ തീർത്തിയിടുവേൻ. ഇന്ന് തന്നെ നിന്റെ ദുഃഖമൊക്കെ ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. ആ പവനസുതൻ പറഞ്ഞത് കേട്ട് വേറെ എല്ലാവരാണ് ഞാൻ റെഡി, ഞാൻ റെഡി എന്ന് പറഞ്ഞ് പുറപ്പെടും. ദേവി പുറപ്പെട്ടില്ല അത്രേ. പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൾ. വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അതുന തവ കരുതമളവില്ലൊരു ദണ്ഡം എന്ന ആത്മനീ വിന്നതും വിശ്വാസമദ്യമേ. അതായത് വാനര സൈന്യത്തോടു കൂടി സാഗരം കടന്നു വന്നാലല്ലേ പറ്റൂ. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകണം, ഈ സമുദ്രത്തെ കടന്നു വന്ന് എന്നെ വന്ന് കൊണ്ടുപോകൊക്കെ തന്നെ വേണം. അതാണ് എനിക്ക് ഏറ്റ കാരണം. എന്താണെന്ന് വെച്ചാൽ എന്താണ്, ശുഭചരിതൻ അതിബലമടാശു ദിവ്യാസ്ത്രേണ ശോഷണ ബന്ധനാദ്യൈരവിസാഗരം. ഈ സമുദ്രത്തെ വറ്റിക്കുകയോ അല്ലെങ്കിൽ ആ സമുദ്രത്തെ ബന്ധിക്കുകയോ സേതുബന്ധനം നടത്തുകയോ ചെയ്ത് ആ ശ്രീരാമചന്ദ്രൻ എന്നെ കൊണ്ടുപോകണം. മാത്രമാണ് കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്ന് 3 ലോകത്തിനും മുള്ളായിരിക്കുന്ന, 3 ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാവണനെ കൊന്ന് കൊണ്ടുപോകണം. അതാണ് വീരത. ആ വീരതയാണ് എനിക്ക്. മറിവടതൊരു നിശിരഹസി കൊണ്ടുപോയാലതു മത്പ്രാണനാദ് കീർത്തിക്കു പോരാദൃഢം. എന്നെ ഇപ്പൊ നീ ഈ ഇരുട്ടത്തിനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുത്താൽ എൻ്റെ രാമന്റെ വീരശൗര്യപരാക്രമങ്ങൾക്ക് കീർത്തി പോയില്ലേ. രാമന്റെ യശസ് ആ ചന്ദ്രതാരം നിലകൊള്ളണമെങ്കിൽ രാമൻ ഇവിടെ വന്ന് ഈ ശത്രുക്കളെ കൊന്ന് പാലം കെട്ടിയോ അഗ്നിയെ ജലത്തിനെ വറ്റിച്ചായാലും വിരോധമില്ല, വരേണ്ടതാണ്. എന്നിട്ട് യുദ്ധം ചെയ്തു വേണം രാവണനെ കൊന്നിട്ട് വേണം എന്നെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ സമയത്ത് നീ ഒരു കാര്യം ചെയ്യും, ഇത്ര നാളെ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പോയി പറയൂ, അതൊരു കാര്യം ചെയ്താൽ. ഇപ്പൊ ഇവിടുന്ന് എൻ്റെ ദൂതനായിട്ട് പോകും, രാമദൂതനായിട്ട് വന്നല്ലേ, രാവണനോട് ഇതൊക്കെ പറഞ്ഞില്ലേ, ഇനി എൻ്റെ ദൂതനായിട്ട് അവിടെ ചെന്നിട്ട് പറയണം 2 മാസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. ഈ 2 മാസത്തിനുള്ളിൽ സീത തനിക്ക് അനുകൂലമായി സംസാരിച്ചില്ലെങ്കിൽ, അത് രാക്ഷസിമാരോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഇവളെ എനിക്ക് അനുകൂലമാക്കിയില്ലെങ്കിൽ അവളോട് പറഞ്ഞേര്. എന്താ പറയേണ്ടത്? പ്രാതരാശാർത്ഥേ ഖണ്ഡഖണ്ഡം, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഷ്ണമാക്കെന്ന് പറഞ്ഞോളൂ കേട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാവണൻ. അപ്പൊ 2 മാസത്തെ അവധി മാത്രമേ ഉള്ളൂ, അപ്പോഴേക്കും വന്ന് കൊണ്ടുപോകണം എന്ന്. അപ്പൊ വേഗം പുറപ്പെട്ടു. അപ്പൊ അതിന് മുൻപ് ചൂടാരത്നം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. രാമനാമ അങ്കുലീയം സീതയ്ക്ക് കൊടുത്തപ്പോ സീത തൻ്റെ തലയിലാണ് ഇന്ന ചൂടാരത്നത്തെ ശ്രീരാമന്റെ കയ്യിൽ കൊടുത്തിട്ട് അടയാളവാക്യം പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന് ഇന്ദ്രപുത്രൻ എന്നെ ഉപദ്രവിച്ചു,
ആ ഉപദ്രവിച്ചപ്പോൾ ആ നീളം രക്തം കൊണ്ട് ഒഴുകുന്നത് കൊണ്ട് അതിലെ ശ്രീരാമചന്ദ്രൻ എഴുന്നേറ്റു. ആരാണവൻ എന്ന് ചോദിച്ചു. അവസാനം ഒരു പുല്ലെടുത്ത് ആ കാക്കയെ എറിഞ്ഞു. കാക്കോദരോ എന്ന വിലീനതർപ്പഹ എന്നാണ്. ആ കാക്കയുടെ അഹങ്കാരമൊക്കെ പോയി. അന്നങ്ങനെ ചെയ്തതായ ആ കഥ അത് ഞാനും രാമനും മാത്രമേ അറിയുള്ളൂ. ആ വിവരം പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. രാമനും ഒരു അടയാളക്കഥ പറഞ്ഞു കൊടുത്തിരുന്നു. ഒരു മനയോല കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ച് അത് കണ്ടുപിടിച്ചതായൊരു കഥ. ഈ കഥയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോയി പറഞ്ഞ് തീർച്ചയായിട്ടും അവനെ വരാൻ പറയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഹനുമാൻ തിരിച്ചു വരുന്ന ഹനുമാൻ എന്ത് ചെയ്യണു? ത്രിഭുവനവുമലയെ മുഹുരൊന്നലറിയിടിനാൻ. സന്തോഷം കണ്ടങ്ങോട്ട് ഉറക്കെ ഒരു ശബ്ദം അല്ലേ, ആർപ്പ് വിളിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആർപ്പ് വിളിച്ച സ്ഥലത്ത് വാനര സംഘങ്ങളൊക്കെ ദാ വരണു എന്നുള്ളൊരു ശബ്ദം കേട്ട് എല്ലാവരും ആകാശത്തിൽ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് കാണായി അത്ര അദ്രിശിരശിവാദാത്മജനെ. എന്തായിരിക്കും സന്തോഷം അല്ലേ? അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് അലറിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഹനുമാൻ ആ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് നിന്നു. അപ്പൊ വന്ന സമയത്ത് അവരൊക്കെ ആലോചിച്ചു, കപിവരൻ സീതയെ കണ്ടത് ആ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹ കാരണമായിരിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ സീതയെ അവന് കാണാൻ സാധിക്കുമോ? മാത്രമല്ല ഈ ലങ്ക, നിശിചരന്മാരുടെ സ്വർണമയിയായ ലങ്ക, അത് മുഴുവൻ ദർശിക്കാൻ ഒരു എന്താ പറയാ ഒരു ടൂർ പോയിട്ട് വരുന്ന പ്രതീതിയാണ് ആർക്കെ ഹനുമാൻ. അപ്പൊ അവിടത്തേക്ക് കണ്ടിരിക്കും. ഏതായാലും ഉദ്യാനം ദഹിപ്പിച്ച് ഇനി എല്ലാ കഥയും വിസ്തരിച്ച്, അതാണ് നമ്മുടെ 58ാമത്തെ സുന്ദരകാണ്ഡത്തില് വിസ്തരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ആദ്യം മുതൽ അവസാനം വരെ. അത് എല്ലാം പറഞ്ഞു ചെന്നപ്പോ വേഗം തന്നെ ആ ഹനുമാന്റെ വാലെടുത്ത് ചുംബിച്ചു. ഈ ഒരു വാലാണ് ഇതിനൊക്കെ കാരണം. വാലുകൊണ്ടല്ലേ അഗ്നി ഇതാക്കിയത്. ഈ വാലുകൊണ്ടല്ലേ രാവണന്റെ മുമ്പിൽ കയറി നിന്നത്. അതുകൊണ്ട് ആ വാലന്റെ അറ്റം അവർ ആലിംഗനം ചെയ്യും മാത്രല്ല, വാലില് ഉമ്മ വെച്ചു. അങ്ങനെ ഉമ്മ വെച്ചു. എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചു. വാനര സമൂഹം ആഘോഷമായിട്ട് പോവുകയാണ്. അവർ ഇത്രയും കാലം ജലപാനം കഴിക്കാതെ ആ ഹനുമാന്റെ വരവും കാത്തുകൊണ്ടിരിക്കുകയാണ്. വിശപ്പും ദാഹവും പോലും ക്ഷീണിച്ചവരാണ്. അപ്പൊ വാനര സംഘത്തിന് തോന്നി വിശപ്പൊന്ന് തീർക്കണ്ടേ. കാര്യം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഉള്ളിലുള്ള വിശപ്പ് മനസ്സിലായത്. അപ്പൊ ഈ വിശപ്പിന് എന്താണ് ചെയ്യണം എന്ന് വിചാരിച്ചു. അത് തന്നെ അപ്പൊ കണ്ടൊരു മധുവനത്തിൽ. ആ മധുവനത്തില് ഇഷ്ടംപോലെ പഴങ്ങളുണ്ട്. ആ ഇഷ്ടമുള്ള പഴങ്ങളെ സുഖമായിട്ട് അങ്ങോട്ട് ഭക്ഷിക്കാം എന്ന് അവർക്ക് തോന്നി. മത്തിമറന്ന സന്തോഷത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ മാരുതി എടുത്ത് തലയെ കയറ്റി വെക്കുക, മാരുതിയുടെ മുമ്പിൽ നൃത്തം വെക്കുക, ആ ഭാര്യയുടെ കാലിനെ തൊട്ട് നമസ്കരിക്കുക. ഓ നീയാണോടാ എല്ലാത്തിലും എടുക്കാൻ, ഞങ്ങളുടെയൊക്കെ നേതാവ് നീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാനര ചപ്പല്യത്തോടു കൂടി എല്ലാവരും ആ മാരുതിയെ നമസ്കരിക്കുകയാണ്. ആ സമയത്ത് എല്ലാ കഥയും പറഞ്ഞു. എന്താണ് സുരസ വിഴുങ്ങാമെന്നൊരു ഛായ രൂപിയായിട്ടുള്ള സ്ത്രീയൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടി സന്തോഷ വാർത്ത സുഗ്രീവനെ ധരിപ്പിക്കാൻ വേണ്ടി പുറപ്പെടാണ്. ആ പുറപ്പെടുന്ന സമയത്ത് വിശപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞതും എല്ലാവരും കൂടെ മധുവനത്തിൽ കയറി ഇഷ്ടം പോലെ പഴങ്ങളും തിന്ന് ചാറും കുടിച്ച് മൊത്തം. ചിലരെ ലേടമീത്തിൽ തന്നെ കിടന്നു മയങ്ങി, ചിലര് മരച്ചോട്ടിൽ കിടന്നു മയങ്ങി, ചിലര് അന്യോന്യം ഇക്ഷിബന്ധി, ഒരാൾ അങ്ങനെ കുത്താൻ തുടങ്ങി, ഇടിക്കാൻ തുടങ്ങി, കെട്ടിമറിയാൻ തുടങ്ങി. എന്താ കാട്ടണ്ടെന്നറിയില്ല ആ ബഹളം. അപ്പോഴാണ് അതിന്റെ കാവൽക്കാരൻ ദധിമുഖൻ. ആ ദധിമുഖൻ എന്ന് പറഞ്ഞാൽ സുഗ്രീവന്റെ അമ്മാവനാണ്. സുഗ്രീവൻ ഏൽപ്പിച്ചത് ദധിമുഖനെയാണ്. അതിലൊന്നിനും ഒരു നഷ്ടം വരാതെ എന്റെ തോട്ടം നന്നായി സംരക്ഷിക്കണം. ആ തോട്ടത്തിന് ഈ കപിവരന്മാർ വന്ന് ആകപ്പാടെ ചിന്നിച്ചതറിപ്പിച്ചു. ദേഷ്യം വന്ന് അരുത് മക്കടാന്നൊക്കെ പറഞ്ഞു നോക്കി. ആരും ഒരു മൈൻഡ് ചെയ്യണില്ല. അവർക്കൊന്നും പ്രശ്നമില്ല. കാരണം അങ്കദൻ അനുവാദം കൊടുത്തിട്ടുണ്ടേ. അതുകൊണ്ട് സുഗ്രീവനെ അറിയില്ലല്ലോ. സുഗ്രീവൻ ഇവിടെ ഇല്ല, യാത്ര പോയവരല്ലേ ഉള്ളൂ. അങ്കദൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഹനുമാന്റെ ഫുൾ സപ്പോർട്ടും. ഹനുമാൻ ജയിച്ചു വന്നിരിക്കുകയാണ്. ആ ആഘോഷ തിമിർപ്പിലാണ് അവര്. അപ്പൊ അവരെല്ലാവരും കൂടെ ഒന്നും കേട്ട പാതി കേൾക്കാത്ത പാതി അവരവർ തിന്നാൻ തന്നെ പുറപ്പെട്ടു. അവസാനം ദധിമുഖൻ എന്ത് ചെയ്തു? ഇനി തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് കൂട്ടിയാൽ കൂടില്ലെങ്കിൽ മേൽപോട്ട് വിവരം അറിയിക്കും. അപ്പൊ അവർ വേഗം സുഗ്രീവന്റെ അടുത്ത് പോയി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദധിമുഖൻ സുഗ്രീവ രാജാവിന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, കേൾക്കണോ പുരം, അങ്ങ് എന്നോട് ഏൽപ്പിച്ചിട്ടുള്ളതായ ആ മധുവനത്തെ മുഴുവൻ ഈ വാനരന്മാർ തകർത്തിട്ടുണ്ട്. ത്വരിതമതധിമുഖനാസു സുഗ്രീവനെ
തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. അവിടെ ചെന്ന് വൃത്തങ്ങളൊക്കെ പറഞ്ഞു. തവ മധുവനത്തിനു ഭംഗം വരുത്തിയാർ ആരാന്നറിയോ? താരേയനാദിയായുള്ള കബീബലം. അങ്ങയുടെ ചേട്ടന്റെ പുത്രനും ഉണ്ട് കേട്ടോ അതില്. അവരൊക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. സുചിരം അത് തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരം ആധിപത്യേന വാണേനഹം. അങ്ങ് ഏൽപ്പിച്ചത് മുതൽ ഇന്നാള് വരെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ രക്ഷിച്ചു പോന്നതാ. അപ്പോഴാണ് ഈ പടക്കൂട്ടങ്ങൾ വന്നിരിക്കുന്നത്. വലമഥന സുതനയൻ. വലമഥനൻ എന്ന് പറഞ്ഞാൽ വലൻ എന്നുള്ള അസുരനെ കൊന്നവൻ ബലാരി ഇന്ദ്രൻ. അങ്ങനെ ആ ഇന്ദ്രന്റെ പുത്രനായ ബാലിയുടെ പുത്രൻ ബലമഥന സുതനയൻ. എന്താ അഴകല്ലേ വാക്കുകള്. അപ്പൊ പറയണ ആ ഇന്ദ്രന്റെ പുത്രനായ ബാലിയുടെ പുത്രൻ ഉണ്ടല്ലോ അങ്കദൻ, അവരൊക്കെ വന്നു മദ്ഭൃത്യജനത്തെയും എന്നുടൻ. ഞാൻ കുറെ കാവൽക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ കാലോട്ട് തട്ടും. അവരെയൊക്കെ പോകാൻ പറഞ്ഞ് മധുവനവും ഇതുപൊഴുതഴിച്ചതു എങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും. നമ്മുടെ മധുവനൻ പോയിട്ടോ അതാകെ കണ്ട കോലം കെട്ട് കിടക്കണു എന്ന് പറഞ്ഞപ്പോ സുഗ്രീവൻ പറഞ്ഞു, നിജമനസി മുഹുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് ചൊല്ലിനാൻ. സന്തോഷായി സുഗ്രീവന്. ഇത് മധുവനെന്ത് നശിപ്പിച്ചു എന്ന് കേട്ടപ്പോ ഒരു സന്തോഷം വരുമോ? അതിന് കാരണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനോടായിട്ട് പറഞ്ഞു. നമ്മളുടെ പവനതനയനുണ്ടല്ലോ ഹനുമാൻ കാര്യം സാധിച്ചു വന്നിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ മധുവനത്തിനെയൊന്നും അവർ നശിപ്പിക്കില്ല. മാനിയാതെ ചെന്തു കൺകയിൽ എല്ലാരുമേ ആ മധുവനത്തെ നശിപ്പിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. നമുക്കൊക്കെ കൂടെ പോയി കാണാം. അവരെ വിരവോട് വരുവതിന്നത് ചൊല്ലങ്ങു. നിങ്ങൾ എല്ലാവരും പൊയ്ക്കോളോ, തിരിച്ചു പോയിട്ടേ വേഗം വരാൻ പറയൂ ഹനുമാനെയും കൂട്ടനെയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദധിമുഖനോട് പറഞ്ഞപ്പോ ദധിമുഖൻ വേറെ ഓടിയിട്ട് അവരെയൊക്കെ സുഗ്രീവ സന്നിധിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചു. അപ്പൊ എല്ലാവരും കൂടി സുഗ്രീവ ഭാഷണം കേട്ടപ്പോ കുറച്ചും കൂടെ സന്തോഷം. കുറച്ചും കൂടെയൊക്കെ പഴമൊക്കെ തിന്ന് കുറച്ചും കൂടെയൊക്കെ പഴച്ചാറുകളൊക്കെ കുടിച്ച് എന്നിട്ട് എന്ത് ചെയ്ത് പൂർണ്ണ വേഗം നടന്നാശു ചൊല്ലിയിടിനാർ. അവർക്ക് അപ്പോഴാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദാവനങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നിയത്. ആ ഭഗവാനെ പ്രാപിക്കാൻ ഇവനൊരു കാരണമായി. ഉടനെ തന്നെ ആ ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് പുറപ്പെട്ടു. ആരാണത്? ആ രാമന്റെ തിരുവടി. രാമന്റെ പാദപങ്കജം എങ്ങനെയുള്ളതാണ്? പുണ്യമായ പാദപങ്കജങ്ങൾ. ആ ഭഗവാനെ ഇവർ വിശേഷിപ്പിച്ചു വരാം. പുണ്യപൂരുഷൻ പുരുഷോത്തമൻ പരൻ പുരമധന ഹൃദി മരുവും അഖില ജഗതീശ്വരൻ. അല്ലെ, ആ ഇന്ദ്രൻ പോലും ഏതു നേരവും ജപിച്ചുള്ള ത്രിപുരത്തെ നശിപ്പിച്ച പരമശിവൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമൻ. പുഷ്കര നേത്രൻ പുരന്തര സേവിതൻ ഭുജഗപതി ശയനൻ അമലൻ ത്രിജഗത്പതി. ആ രാമനെ കാണാനല്ലേ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഭഗവാനെ കാണാനായിട്ട് പോയിട്ട് എന്ത് ചെയ്തു? ദിവസകരപുത്രനും സൗമിത്രിയും മുതാ ദിഷ്ടപൂർണം വചിത്യന്തികേ സന്തതം. അതിൻ്റെ ഇടയിൽ രാജാവിനെയും അവർ സ്മരിച്ചു, സുഗ്രീവനെ ലക്ഷ്മണനെയും സ്മരിച്ചു. വന്നിട്ട് വേഗം തന്നെ ഭൂമണ്ഡലത്തിൽ അങ്ങോട്ട് സാഷ്ടാംഗം പ്രണമിച്ചു അത്രേ ഈ വാനരന്മാർ മുഴുവൻ. വേഗം തന്നെ തങ്ങളുടെ രാജാവായ സുഗ്രീവനെ ആദ്യം വണങ്ങി. എപ്പോഴും ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു നമ്മളുടെ മീറ്റിംഗൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ നഗരപാലകന് സ്ഥാനം കൊടുക്കും. അവരെ പ്രധാന സ്ഥാനം കൊടുക്കും. അത് കൊടുക്കണം. അവരെക്കാട്ടിലും കേമന്മാരായിരിക്കും മറ്റുള്ളവർ, പക്ഷെ അവർക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം. അതുപോലെ ഇവർ വന്നിട്ട് വേഗം സുഗ്രീവന്റെ അടുത്താണ് ആദ്യം. എന്നിട്ട് എന്ത് ചെയ്തു? പൂർണ്ണാമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ പറഞ്ഞത് എങ്ങനെയാ? കണ്ടു ഞാൻ സീതയെ, കണ്ടു ഞാൻ സീതയെ, കണ്ടു ഞാൻ സീതയെ എന്നാണ് പറഞ്ഞത്. അതായത് സീതയെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നല്ല ദൂതൻ അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇവിടുന്ന് പോയത് വാനരന്മാരോട് പറഞ്ഞ മാതിരി മുഴുവൻ വർത്തമാനം പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും കേൾക്കണവർക്ക് മതി. എന്നിട്ട് എന്തുണ്ടായ പറയുമെന്ന് പറയും അല്ലേ? ഇതിവിടെ അവസാനത്തെ ടോപ്പിക് റെഡിക്ക് പറഞ്ഞു. കണ്ടു ഞാൻ സീതയെ. ഇതാണ് ഉത്തമ ദൂതന്റെ ലക്ഷണം. ഞാൻ സീതയെ കണ്ടു, ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയെ. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ കാണാൻ. എനിക്ക് ഈസി ആയിട്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല
കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ തമ്മില്. ആ സമയത്ത് സുമിത്രാപുത്രനായ ലക്ഷ്മണനും ആദരവോടുകൂടി ഇതൊക്കെ കേട്ടു. ആ സമയത്ത് പറഞ്ഞു, ഞാൻ ശിംശുഭാ വൃക്ഷത്തിൽ കുറച്ചു നേരം കയറിയിരുന്നു, എന്നെ കൊരങ്ങന്മാർ കണ്ടുപിടിക്കാതിരിക്കാം. എന്താ കാരണം? ആ ഭഗവാൻ എന്താണ്? അഞ്ജനാനന്ദനം വീരം ജാനകി ശോകനാശനം അതല്ല, കാഞ്ചനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം. അങ്ങനെയാണ്. കാഞ്ചന അദ്രികമനീയ വിഗ്രഹം, സ്വർണ്ണ പർവ്വതത്തിനെ പോലെ ശോഭിക്കുന്ന ആഞ്ജനേയൻ. നോക്കി എവിടെ ഇരുന്നാലാ നല്ലത്, എവിടെ ഇരുന്നാലും സ്വർണം പോലെ മിന്നുന്ന ആളെ പിടിക്കാൻ എളുപ്പം. നോക്കി ശിംശുഭാ വൃക്ഷത്തിന്റെ ഇലകളൊക്കെ നല്ല മഞ്ഞ കളർ, സ്വർണ്ണ കളർ. ഇവിടെ പോയി ഇരുന്ന് ആരും കണ്ടുപിടിക്കില്ല. ഉറപ്പായി ഹനുമാന് വേഗം തന്നെ ശിംശുഭാ വൃക്ഷത്തിൽ കയറിയിട്ടായിരുന്നത്. ശിംശുഭാ വൃക്ഷത്തിൽ കയറിയിരിക്കുമ്പോൾ അവിടെ ഒരാളിരിക്കുന്നത് അനങ്ങിയാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയുക. അപ്പൊ ആരും തിരിച്ചറിയാതിരിക്കണം. അതുകൊണ്ട് ഇവർ ശിംശുഭാമൂലദേശം വസിക്കുന്ന സീതയെ ഞാൻ കണ്ടു. അവൾ എങ്ങനെയാണ്? അനശന, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അശരീരിയായി. പുറത്തേക്ക് ഞാൻ ചാടിയില്ല. ആ മരത്തിന്റെ ഇടയിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ എന്താണ്? ആശരനാരീ പരിവൃതയായി ശുച, ആ അസുര സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ സീതയോട് രാമ രാമേതി മന്ത്രവും ഞാൻ ഉരച്ചു. രാമ രാമ എന്ന് ഞാൻ വിളിച്ചു. രാമശബ്ദം കേട്ടതോടുകൂടി സീത മേൽപോട്ട് നോക്കി. ആ സമയത്ത് വൃക്ഷശാഖാന്തരത്തിൽ ഒളിച്ചിരുന്ന് ഞാൻ അപ്പോഴൊന്നും കാണിച്ചു കൊടുത്തില്ല. കുറച്ചു കഴിഞ്ഞിട്ട് ആരാണ് രാമചരിതം പറയുന്നത് എന്ന് വീണ്ടും സീത അന്വേഷിച്ച സമയത്ത് ഞാൻ വേഗം തന്നെ അവിടേക്ക് ഇറങ്ങണതിന് മുൻപ് തന്നെ ദശാനനോട് വന്നിട്ട് സീതയെ കുറെ ഭീഷണിപ്പെടുത്തി, എന്റെ ഭാര്യാവധവിയായി തീരുന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പതുക്കെ ഇറങ്ങി. പക്ഷെ എന്നെ കണ്ടപ്പോൾ അവൾ സീത പോലും പേടിച്ചു പോയി. കാരണം ഒരു ഭിക്ഷുവായിട്ട് വന്നിട്ടാണല്ലോ ഒരു മൃഗത്തെ കാണിച്ചു. അതാണ് രസം. ഭംഗിയായിട്ട് പറയും വാൽമീകി. മായാമൃഗത്തെ കാണിച്ച് അങ്ങേ ദൂരെ കൊണ്ടുപോയി ഭിക്ഷുവായി വന്ന് രാവണൻ എന്നെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ നീ ഒരു ശാഖാമൃഗമായി വന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ശാഖാമൃഗമായിട്ടുള്ള നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനും? ഇത് രണ്ടർത്ഥത്തിലാ പറയണത്. ശാഖാമൃഗം എന്ന് പറഞ്ഞാൽ വേദങ്ങൾക്കാണ് ശാഖകൾ. മൃഗം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നവെന്ന. വേദവേദ്യനായ ഭഗവാനാണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി എന്നാണ്. അതിന് ഡബിൾ മീനിങ് ആയിട്ട് പറയാണ്. ആ ശാഖാമൃഗമായിട്ട് വന്നു, അതുകൊണ്ട് എന്നെ ഭയപ്പെടും. അപ്പൊ രാമദൂതൻ ഹനുമാൻ എന്ന നാമം ഞാൻ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് അല്ലെ, ശ്രീരാമന്റെ അമൃതോപമായ ചരിത്രം നല്ല സ്വരത്തില് നല്ല പാട്ടില് പറഞ്ഞങ്ങോട്ട് കേൾപ്പിച്ചപ്പോൾ ആദ്യം സീതയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിച്ചു. ആരാ ഈ രാമനാമം പാടണത് എന്ന് ശ്രദ്ധിച്ചു. ആ സമയത്ത് സീതയുടെ മുഖത്തിൽ കുറെ സന്തോഷം, ആ ഭാവപ്രകടനങ്ങളൊക്കെ ഞാൻ കണ്ടു. ആ വിവരമാണ് ഇവിടെ ഹനുമാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്. എന്താണ്? താൻ എന്തെല്ലാം പറഞ്ഞു എന്നുള്ള വിവരം. അവിടെ പോയിട്ട് ഞാൻ സീതയോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള വിവരം. ശ്രീരാമനും ലക്ഷ്മണനും ഇല്ലാത്ത സമയം നോക്കി ദശാസ്യൻ സീതയെ കട്ടുകൊണ്ടുപോയ കാര്യം അതൊക്കെ പറഞ്ഞു. ഞാൻ ഭൂമിപുത്രിയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമന്റെ ദൂതനായിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ അതിന് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്ന് വീണ്ടും ശ്രീരാമനോട് പറയാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചത് എന്ന് പറഞ്ഞു. ഏതായാലും ആ ശ്രീരാമദേവ, അങ്ങയുടെ അനുഗ്രഹത്താൽ ആ പുണ്യവാൻ എൻ്റെ കണ്ണുകൾക്ക് കാണാവുന്നതായിട്ട് വന്നിരിക്കുന്നു. മിഥില തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കാതുകൾക്ക് കർണാനന്ദകരമായി തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോ കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചലദാക്ഷിയും വിശ്വസിച്ചിടിനാൾ. ഞാൻ അവസാനം രാമദേവ അങ്ങയുടെ എല്ലാ വർത്തമാനവും ഞാൻ അറിയിച്ചു. അങ്ങയുടെ ശരീരത്തിന്റെ ലക്ഷണങ്ങൾ വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ കഞ്ചദളാക്ഷി എന്ന് പറഞ്ഞു, താമര പോലുള്ള പത്മപത്രാക്ഷിയായ സീത എന്നെ കണ്ട് അങ്ങോട്ട് വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അകതാരിൽ നിന്നും ദുഃഖം കളഞ്ഞോളൂ എന്ന് ഞാൻ പറഞ്ഞ് അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നില്ലേ ആ രാമനാമ അങ്കുലീയം, ആ രാമനാമാങ്കിതമായ അങ്കുലീയം ഞാൻ കൊടുത്തു. ആ സമയത്ത് അത് വാങ്ങി കണ്ണീരുകൊണ്ട് അത് തൻ്റെ മാറത്ത് വെച്ചുകൊണ്ട് കുറേ നേരം സീത സങ്കടപ്പെട്ടു. വീണ്ടും ഘ്രാണിച്ചു, അതിനെ ഉമ്മ വെച്ചൊക്കെ ചെയ്തു.
ആ സമയത്ത് കഥയാ പറയേ എന്റെ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട് നീ കണ്ടില്ലതയോ സഖേ. എന്റെ ദുഃഖം, ആ ശ്രീരാമനെ കാണാതെ എന്റെ മനസ്സിന്റെ ദുഃഖം എത്രയുണ്ട് നീ കണ്ടില്ലേ? ഇതെല്ലാം നീ പറഞ്ഞു. ഈ നിശിചരിമാരെ എന്നെ എത്രക്ക് ഉപദ്രവിക്കുന്നു എന്ന്. ആ സമയത്ത് അഖിലം ഞാൻ വീണ്ടും ഉണർത്തിച്ചു. തമ്പിയായ ലക്ഷ്മണനോടും ഈ വാനരപ്പടയോടും സൂര്യപുത്രനായ ആ സുഗ്രീവനോടും കൂടി തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടു വന്ന് ദശാസ്യകുലം മുടിച്ച് ദേവിയെ കൊണ്ടുപോകും എന്ന് ഞാൻ പറഞ്ഞ് ആശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വിശ്വാസാർത്ഥമായിട്ട് എനിക്ക് എന്തെങ്കിലും ചിഹ്നം തരൂന്ന് പറഞ്ഞപ്പോഴാണ് പുനരൊടടയാള വാക്കും പറഞ്ഞിടുക അല്ലേ. അല്ലെങ്കിൽ ഒരിക്കൽ കൈലാസനാഥനായ ഭഗവാൻ തിരുവണ്ണാമലയിലാണെന്ന് പറയും പ്രത്യക്ഷപ്പെട്ടു. ആകെ ഒരു തേജപ്പുഞ്ചം. പിന്നെ കണ്ടപ്പോ വിഷ്ണുവുമുണ്ട് ബ്രഹ്മാവുമുണ്ട്. ആരാണെന്ന് മനസ്സിലായില്ല അവർക്ക്. അപ്പൊ പറഞ്ഞു ഒരു അശരീരി, എൻ്റെ മുടിയും അടിയും കണ്ടുവരിക എന്ന്. ഉടനെ ഭഗവാൻ വരാഹാവതാരം എടുത്തുകൊണ്ടാണല്ലോ, അപ്പൊ താഴത്തേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കാൽപാദം കണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു പുറപ്പെട്ടു. ബ്രഹ്മദേവൻ എപ്പോഴും സത്യലോകത്തിൽ കേമത്തിൽ ഇരിക്കുന്ന ആളല്ലേ, ഞാൻ പോയി കണ്ടുവരാൻ മുടി എന്ന് പറഞ്ഞുകൊണ്ട് പോയി. എത്ര ദൂരം പോയിട്ടും വിഷ്ണുവിന് ഭഗവാന്റെ പാതാരം കൊണ്ടും കാണാൻ സാധിച്ചില്ല. ബ്രഹ്മദേവൻ എന്ത് ചോദിച്ചാൽ സൂത്രപ്പണി ചെയ്തു. കുറെ ദൂരത്തേക്ക് പോയി വഴിയിൽ വെച്ചൊരു കൈതപ്പൂവിനെ കണ്ടു. ആ കൈതപ്പൂ നീ സാക്ഷി പറഞ്ഞോ എന്ന് പറഞ്ഞ് അവൾക്ക് എന്തോ കൈക്കൂലിയൊക്കെ കൊടുത്ത് കൂട്ടിക്കൊണ്ടു. എന്നിട്ട് കൊണ്ടുവന്നു. ഞാൻ കണ്ടു, ഞാൻ മുടി കണ്ടേന്ന് പറഞ്ഞു വന്നു. അപ്പൊ വിഷ്ണുവിന് ആകെ ഒരു അതിശയം. മുടി കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എങ്ങനെ പറ്റി എന്നറിയാം. അപ്പൊ ചോദിച്ചു അതിനെന്തെങ്കിലും ഒരു പ്രമാണം വേണ്ടേ? ഇതാ കൈതപ്പൂവിനോട് ചോദിച്ചു നോക്കൂന്നു. അപ്പൊ കൈതപ്പൂ പറഞ്ഞു അതേ ബ്രഹ്മാവ് കണ്ടു, ശിവന്റെ തലയിലുള്ളത് എന്നെ പറിച്ചു കൊണ്ടുവന്നതാണ്. ഇത് കേട്ടപ്പോ അശരീരി ഉണ്ടായി. ഈ കൈതപ്പൂവിന്റെ തലയിൽ ഇല്ല, ഈ ബ്രഹ്മദേവന്റെ തല കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഇനി മുതൽ എന്റെ പൂജയ്ക്ക് ഈ കൈതപ്പൂവിനെ എടുക്കരുത്, ഈ ബ്രഹ്മദേവൻ ഒരു ക്ഷേത്രം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ 2 ശാപം കൊടുത്തു. അതാണ്. അപ്പൊ എല്ലാം നുണ പറയാൻ പാടില്ലല്ലോ. അപ്പൊ നീ കണ്ടു എന്നുള്ളതിന് എന്താ തെളിവ്? ഈ മോതിരം ഞാൻ തന്നു കഴിഞ്ഞു, ചൂടാരത്നവും തിരിച്ചു തന്നു. പക്ഷേ ഇതിനൊരു അടയാള വാക്ക് വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. എന്നിട്ട് കമലമുഖി കനിവോട് ചിത്രകൂടാചലേ, ആ ചിത്രകൂട പർവ്വതത്തിൽ നടന്ന കാകോദരനെ, കാക്കയെ അങ്ങ് കണ്ണില്ലാതാക്കി തീർത്തില്ലേ, ഒറ്റക്കണ്ണില്ലാതാക്കി തീർത്തില്ലേ? ആ കഥ പറഞ്ഞു. ഇപ്പോഴും ഏകാക്ഷമേ ഉള്ളൂ കാക്കയ്ക്ക്. അങ്ങനെയുള്ള കഥ പറഞ്ഞു കാകവൃത്തന്തവും ചൊല്ലെന്നു ചൊല്ലിനാൾ. ആ കാക്കയുടെ വൃത്താന്തം കൂടി ഒന്ന് പറയൂ, അതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. തദനു പലതരമിവ പറഞ്ഞം കരഞ്ഞം. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു പുലമ്പി. ഉൾത്താപം കലർന്നു മരുവും ദശാന്തരേ. പിന്നെയും മനസ്സിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. പലതരത്തിലുള്ള സമാധാന വാക്കുകളൊക്കെ പറഞ്ഞു. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ആശ്വസിപ്പിക്കാനുണ്ടായ നല്ലതാണല്ലോ. എന്നിട്ട് വിടയും ഉടനഴകോട് വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. ആ വരണവരളിൽ വേറൊരു കാര്യം ചെയ്തു. എന്താണ് ചെയ്തത്? ആ ആരാമമൊക്കെ തകർത്തു, പ്രമദാവനം മുഴുവൻ വഞ്ചിച്ചു. നിങ്ങളുടെ ശത്രുവായ രാവണനെ ഞാൻ നേരിട്ട് കണ്ടു, സീതയെ കൊടുക്കൂ എന്ന് പറഞ്ഞു. അയാൾ കേട്ടില്ല. എൻ്റെ വാലിന് തീ പിടിപ്പിച്ചു. വാലുകൊണ്ട് ഞാൻ ആ ലങ്ക മുഴുവൻ അങ്ങടെ ചുട്ടു. അത് പറയണ ആ ദശമുഖന്റെ പുത്രനാണ് എന്നെ അസ്ത്രം കൊണ്ട് ബന്ധിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഇതി പവന സുതവചനം ആഹന്ത കേട്ടതു ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. ഇത്രയും പറഞ്ഞപ്പോ ആ ഹനുമാന്റെ വീരം, യസ്യ ധൃതിഹി ദാഷ്ട്യം, വീര്യം, തേജസ് ഒക്കെ ആർക്കുണ്ടോ അവൻ ജയിച്ചു വരുമെന്ന് അന്ന് തന്നെ തുടക്കത്തിൽ പറഞ്ഞപ്പോ പുറപ്പെട്ടിട്ടുണ്ട്. അതിനാണ് സുരസയെ ഒക്കെ വന്നത്. അപ്പൊ പറഞ്ഞു സുരജന സുദുഷ്കരം. സാധാരണ ജനങ്ങൾക്ക്, ദേവന്മാർക്ക് പോലും ദുഷ്കരമായ കാര്യമാണ് ഈ ഹനുമാൻ ചെയ്തിട്ടുള്ളത്. കാര്യം കൃതം ത്വയാ, നിന്നാൽ ദേവന്മാർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോ സുഗ്രീവനും പ്രസാദിച്ചിതു കാലം. സുഗ്രീവനും സന്തോഷമായി. അതുകൊണ്ട് സദയമുപകാരമിച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നെ, നിനക്കു ഞാൻ എല്ലാം നിനക്ക് തരാം എന്ന് സുഗ്രീവൻ പറഞ്ഞു. പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. ഇതൊന്നുമല്ല കാര്യം. പ്രത്യുപകാരം എന്ത് വേണം? ആ ഒരു സ്നേഹം,
ആ ഒരു വിശ്വാസം, ആ ഒരു ഓർമ്മ, അത് മാത്രമേ വേണ്ടൂ അല്ലേ? ഉപകാരം ചെയ്തവന് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ ഉപകാരം ചെയ്യണം. അങ്ങനെ ഉപകാരം ചെയ്തവന്റെ ഉപകാരത്തെ മറക്കരുത്. എന്നാൽ താൻ ചെയ്ത അപകാരം എന്താണെങ്കിലും അത് ഓർത്തു വെക്കണം. ഇതാണ് കൃതജ്ഞത. കൃതജ്ഞത. അപ്പൊ പ്രത്യുപകാരം മറക്കുന്നവൻ ജീവച്ഛവമാണെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? ആരെങ്കിലും തനിക്ക് ചെയ്ത ഉപകാരത്തെ മറന്നു പോവാണെങ്കിൽ അവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് ആചാര്യന്റെ ഭാഷയില്. എന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണാമോദം പുണർനീടിനാനാദരാൽ. വലിയ സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ചു. ആ ഭഗവാന്റെ ആലിംഗനം കിട്ടാൻ ചെയ്ത ഭാഗ്യം കൃതപുണ്യപുഞ്ചഹ എന്ന് പറഞ്ഞു. നമ്മൾ ഭാഗവതത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ബാലകന്മാരോടൊപ്പം എന്താ പറയാ, വനാശൈ എല്ലാവരും കൂടെ പിക്നിക്ക് പുറപ്പെട്ടു. പിക്നിക്ക് പുറപ്പെട്ടപ്പോ പലതരം ഭക്ഷണം, നേരത്തെ ചോറ്, ചിലവർക്ക് വെള്ളച്ചോറ്, ചിലവർക്ക് തൈരും ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തി, അട, ഇതൊക്കെയാണ് ചക്ക കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ എല്ലാവരെയും ഇരുത്തി, നടുവിൽ കൃഷ്ണൻ ഇരുന്നുകൊണ്ട് ചുറ്റും എല്ലാവരെയും ഇരുത്തിയിട്ട് എല്ലാവരും തന്റെ വിരലിന്റെ ഇടയിൽ തൈര്, മുളക്, കടുമാങ്ങ, അവിയലിന്റെ കഷ്ണമൊക്കെ വെച്ചു. എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തിട്ട് അത് ഭക്ഷിക്കുന്നത് കണ്ടപ്പോ വിചാരിച്ചാണ്, ബാലകേളിയായിട്ട് ഭഗവാൻ ഏതാണോ ദേവലോകത്തിലുള്ള അമൃത ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാൻ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ കൃതപുണ്യപുഞ്ചാഹ, ഇവരൊക്കെ പുണ്യം ചെയ്തിട്ടില്ലേ എന്ന് ബ്രഹ്മതാവൻ വിചാരിച്ചിട്ടാണ് അവർ കുശുമ്പ് തോന്നിയത്. ആ പശുക്കളെയൊക്കെ മാറ്റിക്കൊണ്ടുപോയത്. അതേപോലെ ഇവിടെ പറഞ്ഞു, നോക്കടോ മാരുത പുത്രഭാഗ്യോദയം. ആ ഹനുമാന്റെ ഒരു ഭാഗ്യം നോക്കൂ, ആർക്ക് കിട്ടും ഇത്? എന്താണ്? ഭുവനതലമതിലൊരുവൻ ഇങ്ങനെയില്ലഹോ. ഈ ഭൂമിയില് ഈ ഹനുമാനെ പോലെ ഒരാളെ കിട്ടുവോ? എന്താ കാരണം? പൂർണ്ണ പുണ്യൗഹ, സൗഭാഗ്യമുണ്ടായവൻ. പൂർണ്ണ സൗഭാഗ്യമാണ്. എന്താ കാരണം? ആ പരിരബ്ധമൂർത്തി ഭഗവാനാൽ കെട്ടിപ്പിടിക്കപ്പെട്ട ഒരു ശരീരം ആ വാനരന് കിട്ടിയില്ലേ, ഹനുമാന് കിട്ടിയില്ലേ, അവൻ പുണ്യവാനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ രഘുകുല ചരിത്രത്തെ സാക്ഷാൽ മഹേശ്വരൻ ഉമയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഉമയ്ക്ക് പറഞ്ഞു, പാവനമായ കഥയുരൾ ചെയ്തു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിയിടിനാൾ. ദേവിക്ക് അത് കേട്ടപ്പോൾ നല്ല സന്തോഷം. എന്താ പരമശിവന്റെ അടുത്തത് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ പറയാറുണ്ട് ശതകോടി പ്രവിസ്തൻ അല്ലേ? 100 കോടിയാണ് ഭഗവാന്റെ മഹത്വം. ആ 100 കോടിയെ ദേവന്മാർക്കൊക്കെ കൂടെ പങ്കുവെച്ചു. ആ പങ്കുവെച്ചപ്പോ ഓരോരുത്തർക്കും 33 കോടി 33 കോടി 33 കോടി കൊടുത്തു. അപ്പോഴും 1 കോടി ബാക്കി. ആ 1 കോടിയെ വീണ്ടും 33 ലക്ഷം 33 ലക്ഷം 33 ലക്ഷം പങ്കുവെച്ചു. അപ്പോഴും ബാക്കിയായി വന്നപ്പോഴാ 1 കോടി പോയിട്ട് അത് 1 ലക്ഷമായി. ആ 1 ലക്ഷത്തിനെ പങ്കുവെച്ചപ്പോൾ പിന്നെ 1000 ബാക്കി വന്നു. ഈ 1000-നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. 1000-നെയും പങ്കുവെച്ച് തരാൻ മനുഷ്യരൊക്കെ ചോദിച്ചു. അവർക്കൊക്കെ 33 അങ്ങനെ കൊടുത്തു. അത് കൊടുത്തു വന്നപ്പോൾ ബാക്കി 1 ബാക്കി. ആ 1 ആരെടുത്തു എന്ന് ചോദിച്ചു. പങ്കുവെച്ച പരമശിവൻ എടുത്തു അത്രേ. അങ്ങനെയുള്ള പരമശിവൻ പരമഭക്തനാണെന്ന് എപ്പോഴും രാമ 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 പറഞ്ഞുകൊണ്ടിരിക്കുക. കാശിയില് മരിച്ചാൽ പുണ്യം എന്ന് പറയാൻ കാരണം തന്നെ ആ ഭഗവൻ നാമത്തിന്റെ പ്രത്യേകതയാണ്. താരക മന്ത്രമായ രാമമന്ത്രം ഏത് സമയത്തും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന പരമശിവൻ കാശിയിലാണ് വരുന്നത്. കാശി ഭൂമിയിലല്ലാത്രേ, കാശി സ്വർഗത്തിലാണെന്ന്. കാരണം നമ്മള് ദേവി ഭാഗവതത്തിൽ ഹരിശ്ചന്ദ്ര കഥ പഠിക്കുമ്പോ ഹരിശ്ചന്ദ്രനെ പറ്റിക്കാൻ വിശ്വാമിത്രൻ സൂത്രത്തില് രാജ്യമൊക്കെ ചോദിക്കും, എല്ലാം കൊടുത്തിട്ട് ദാനം ചെയ്യാൻ ജലം ഒഴിക്കുമ്പോ അതിന് കുറച്ച് കാശ് വേണ്ടേ? ആ കാശ് വേണം എന്ന് പറയുമ്പോൾ ഖജാനാവിൽ നിന്ന് എടുക്കാൻ പോകും. പറഞ്ഞു, നീ എനിക്ക് എല്ലാം തന്നു കഴിഞ്ഞു, അതിൽ നിനക്ക് അവകാശമില്ല. അപ്പൊ പിന്നെ എവിടെ പോയി? ഈ ഭൂമി ഉണ്ടല്ലോ മുഴുവൻ എന്റെയാ, എവിടെ പോയിട്ടും കാര്യമില്ല. അപ്പൊ എവിടെ പോകാന്ന് ആലോചിച്ചു. കാശി ഇതിൽ നിന്ന് വ്യത്യാസമാണെന്ന് മനസ്സിലായത് കൊണ്ട് കാശിയിലേക്ക് പോയി. എന്തുകൊണ്ട്? കാശി വിശ്വനാഥൻ അവിടെ രാമമന്ത്രം ജപിച്ചിരിക്കുന്നത് കൊണ്ട് എന്ന്. എന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ചണ്ടാളനെ തന്നെ വിറ്റതും ഭാര്യ ഒരു പുരോഹിതനെ വിറ്റതും ഒക്കെ. അവസാനം അവിടെ തന്നെ വെച്ച് ഭഗവാനെ പ്രാപിച്ചു എന്നുള്ള കഥയുണ്ട്. എന്തായാലും ഭക്തി പരവശനായിട്ട് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമ വരാനനെ. വരാനനെ എന്ന് വിളിച്ചു. രാമനാമം ഭഗവാന്റെ 1000 നാമങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് രാമരാമ ജപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്
ഭക്തിപരവശയായിട്ട് ദേവിയും അത് കേട്ടു വണങ്ങിയത്രേ. ഇത് ഒരു കിളിയാണല്ലോ പറയുന്നത്, കിളിപ്പാട്ടാണ്. കിളി അത് പറഞ്ഞ് അവിടെ നിർത്തി. നാളെ യുദ്ധകാന്ഡം, യുദ്ധാരംഭം, അവര് ചിറകെട്ടാൻ പോകുന്നു. അതിൽ ആ സേതുബന്ധനം തിരിച്ചു വരുമ്പോ സേതുബന്ധനത്തെ കാണിച്ചുകൊണ്ട് ദേവിക്ക് കാണിച്ചു കൊടുക്കും. ആ സേതുബന്ധനത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ പുണ്യം. എന്നൊക്കെ ആവട്ടെ, ഏതായാലും ആ രാമചരിതം പറയും.